السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلت حيلتي أدركني يا درة الأنبياء يا روضة العلماء يا ملجأ الغرباء يا سيد الرسل. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم، وصاحبك فلا أنساهما أبدا. مني السلام عليكم ما جرى القلم. അഭിവന്ദരായ SYSന്റെ ജില്ലാ പ്രസിഡന്റും ധാരാളം സ്ഥാപനങ്ങളുടെ പള്ളികളുടെ നേതൃത്വവും ആയിരങ്ങളുടെ പാവങ്ങളുടെ അത്താണിയുമായ ബഹുവന്ദരായ കണ്ണവം തങ്ങളുപ്പാപ്പ, മറ്റു അഭിവന്ദരായ നമ്മുടെ ഉസ്താദ്, വേദിയിലുള്ള സദസ്സിലുള്ള ജ്യേഷ്ഠ അനുജ സഹോദരങ്ങൾ, ഉമ്മവങ്ങന്മാർ, അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ അവന്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ. നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു സ്വർഗത്തിന്റെ അഖിലുകാരിൽ പെടുത്തുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, പൈശാചിക ശർറുകളിൽ നിന്ന് അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അൽഹംദുലില്ലാഹ്, നല്ല ബറക്കത്തുള്ള ഒരു നാട്. തങ്ങളുസ്താദ്, കണ്ണവൻ തങ്ങളുസ്താദ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മുഅ്മിനീങ്ങളുടെ, വലിയ വലിയ ആലിമീങ്ങളുടെ വരെ ഒരു മൽജ. പ്രായം കൊണ്ട് നല്ല ചെറുപ്പാണ്. റസൂലുള്ളാഹിന്റെ കുട്ടികളിൽ വലിയൊരു മുവഫഖുമാണ്, വലിയ അസറുള്ള. ഞാൻ അവിടുന്ന് ഇരിക്കുമ്പോൾ പറയാൻ എനിക്ക് 10-20-22 കൊല്ലത്തിലേറെയായി ഈ അടുപ്പം. അന്ന് മുതൽ, അന്ന് വളരെ ചെറുപ്പാണ് തങ്ങൾ. ബഹുമാനപ്പെട്ടവരുടെ അവസ്ഥ, ഞാനൊരു പ്രാവശ്യം ഒമാനിൽ ചെന്നപ്പോഴാണ് അവിടെയുള്ള ആലിമീങ്ങൾ എന്നോട് പറഞ്ഞു. ആ ബന്ധം ഞാൻ ഇന്നും നിലനിർത്താറുണ്ട്, ദുആ ചെയ്യിപ്പിക്കാറുണ്ട്, വിളിച്ചു ബുദ്ധിമുട്ടിക്കാറില്ല. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ അടുത്ത് 2-3 ദിവസം മുമ്പ് കണ്ണവത്ത് വാദിന് പോയിരുന്നു. അവിടെ വലിയൊരു സ്ഥാപനം, ധാരാളം അഹ്ലുസുന്നയുടെ പ്രവർത്തകരുള്ള ഒരു വലിയ സ്ഥലം, നാട്, ഒരു നല്ല സമുച്ചയം, അതിൻ്റെയും കടിഞ്ഞാൻ പിടിക്കുന്നത് തങ്ങൾ ഉസ്താദ് തന്നെയാണ്. അങ്ങനെ ഓരോ ഭാഗങ്ങളും എവിടെ ചെന്നാലും വളരെ ചെറുപ്പമാണെങ്കിലും ഈ പ്രായത്തിൽ അല്ലാഹു വലിയൊരു തൗഫീഖ് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ആയുസ് നൽകിക്കൊടുക്കുമാറാവട്ടെ. അപ്പൊ അവിടുത്തെ ആ ഒരു പൊരുത്തമുള്ള ഒരു മജ്‌ലിസ്, സ്വന്തം ജ്യേഷ്ഠാനുജന്മാരായി ആഖിറത്തിലേക്കുള്ള സഹോദരങ്ങളായി കഴിയുന്നവരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈശ്വരമംഗലം ഹമീദ് സാഹിബ് എന്നുള്ള ഒരു വലിയ സംഘാടകൻ. ഇന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നവരിൽ പ്രമുഖരാണ് ഹമീദ് സാഹിബ്. നിങ്ങളെ നാട്ടുകാരനാണ്. ഹമീദ് സാഹിബിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇതൊക്കെ ജ്യേഷ്ഠൻ ഞങ്ങളൊക്കെ ഒന്നെ ഇവിടെ തന്നെയാണ്.
അള്ളാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. അമീർ സാഹിബ് ഞങ്ങൾ കുറേ കൊല്ലത്ത് ബന്ധമാണ്. സംഘടനാ കുടുംബത്തിലെ ഞാൻ എൻ്റെ ഒരു സ്വന്തം അനുജനായി കാണുന്ന ആളാണ് അമീർ സാഹിബ്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ എന്നെ വിളിച്ചു പറഞ്ഞു, അപ്പുറപ്പുറമൊന്നും ചിന്തിക്കാൻ നിന്നതുമില്ല. അങ്ങനെയാണ് അൽഹംദുലില്ലാഹ് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ എൻ്റെ മൽജഉ കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഈ നാടിൻ്റെയും നേതൃത്വമാണെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം ദീർഘിപ്പിക്കുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല, ബുദ്ധിമുട്ടിക്കാതെ അല്പം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാദം നിർത്തും. ഈ ലൈറ്റ് ഓഫ് ആക്കി നടക്കുന്നു. ഇത് നിങ്ങളെ സൗകര്യത്തിലല്ലേ ഞങ്ങളൊരു അതാപങ്ങൾ ശ്രദ്ധിക്കില്ല. അവരിപ്പോ അവരെതിരാണ് 10-35 കൊല്ലത്തിലേറെ ഭയങ്കര. ഇപ്പോഴാണ് ഈ ഒരു അവസ്ഥ വന്നത്. 92-93 കാലങ്ങളിലൊക്കെ ഈ മുള്ളേരി ഭാഗത്തൊക്കെ എത്ര കാലം. ഇപ്പോ അൽഹംദുലില്ലാഹ് ഇപ്പൊ നല്ല സമാധാനം. ഇപ്പൊ നിങ്ങളെ ഞങ്ങള് കാണുന്നുണ്ട്, ഇതുവരെ നിങ്ങളെ കാണില്ല. അപ്പൊ അൽഹംദുലില്ലാഹ് നിങ്ങൾ കുറച്ച് സഹിച്ചാണ്. എന്നാലും നമ്മൾ കാണണ്ട, അത് ഓഫായി. ഈ ആളുകൾക്ക് ഞാൻ പറയുന്നത് ഓഫായി. എന്തോ ഒരു ഇതിന് അതാപരങ്ങള്. അപ്പൊ കോയമ്പത്തൂര് പോയി, കണ്ണ് ചെറിയ പ്രശ്നം. അപ്പൊ ഡോക്ടർ പ്രത്യേകം പറയും നിങ്ങൾക്ക് സൗകര്യത്തിനല്ലേ, അതാണ് ഓഫായി. ഞങ്ങൾ അത് വേണ്ടെന്ന് വെച്ചാൽ. അപ്പോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് വിഷമമില്ല, തുടക്കം തന്നെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഇവര് സൈഡിൽ വെക്കണേ, അല്ല ഒരു സൈഡിൽ വെച്ച് എന്തൊരു സമാധാനം. ഇത് നമ്മളെ ഇത് കൊല്ലുക എന്നാ പറയുന്നത്. എന്താ ഇതിന്റെ അതാപരങ്ങൾ? ഈ കാഴ്ച റബ്ബ് തന്ന ഏറ്റവും വലിയ തൗഫീഖല്ലേ, അത് നഷ്ടപ്പെടുത്താൻ പറ്റും. ഡോക്ടർമാരും അതന്നെ, അതാരും സമ്മതിക്കില്ല. ഹക്കീം ഉസ്താദൊക്കെ കാട് താമസം ഉണ്ടാവും. അപ്പോ മതി, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെയൊക്കെ ഞാനിവിടെ കുറഞ്ഞ സമയം പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, മനുഷ്യൻ ഇന്ന് ദാഹിക്കുന്നതും കൊതിക്കുന്നതും സമാധാനമുള്ള ഒരു ജീവിതത്തെയാണ്, മനസ്സമാധാനമുള്ള ഒരു ജീവിതം. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്. വീടുണ്ട്, പറമ്പുകളുണ്ട്, 5 തലമുറക്ക് ജീവിക്കാനുള്ള കഴിവുമുണ്ട്. പക്ഷേ മനസ്സമാധാനം അടുക്കളയിൽ വരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് ഉമ്മാനെ വെട്ടിക്കൊന്നത് നമ്മുടെ മലയാള മണ്ണിലാണ്. ഒരു 10 കൊല്ലം മുമ്പ് വഅദ് പറയുമ്പോ മറ്റു സംസ്ഥാനങ്ങളിലെ കഥകൾ പറഞ്ഞിട്ടാണ് നമ്മുടെ ഇവിടുത്തെ മഹിമകൾ. ധാരാളം മഹാന്മാർ, സാദാത്തുക്കൾ, വലിയ വലിയ മഹാന്മാരുള്ള നമ്മുടെ നാട് എത്ര വലിയ തൗഫീഖ് ലഭിച്ച നാടാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അടുത്ത് റമദാനിന്റെ തൊട്ടു മുമ്പായി ഒരു ഉമ്മാനെ വെട്ടിക്കുന്നു. ഒരു ഉമ്മയെ വെട്ടിക്കുന്നത് നമ്മുടെ നാട്ടിലാണെന്ന് ഓർക്കണം. ഉപ്പയുടെ കഴുത്ത് അറുത്തതും മലയാള മണ്ണിലാണ്. കോടിനറുക്കുന്നത് പോലെ വാപ്പയുടെ കഴുത്തിങ്ങനെ അറുക്കുമ്പോ നിങ്ങൾ ഓർത്തു നോക്കൂ, പിടയുന്ന സക്രാത്തിന്റെ ഘട്ടമെന്ന് പറയില്ലേ, ആ സമയം സ്വന്തം മകന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ആങ്ങിക്കാണിച്ചു അത്രേ ഉപ്പ. പക്ഷേ ഈ മകന് ഇത് വാപ്പയാണെന്ന് അറിഞ്ഞില്ല. കാരണം ലഹരികൾക്ക് അടിമപ്പെട്ടു പോയ മക്കൾ. മാ ഖലഖല്ലാഹു ഖൽഖൽ അദറ മിന സാഹിബി സൂഅ്. ചീത്ത കൂട്ടുകെട്ടിനേക്കാൾ ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന യഖ്റുജു ശാരിബുൽ ഖംരി യൗമൽ ഖിയാമത്തി അന്തന മിനൽ ജീഫ. മാസങ്ങൾക്ക് മുമ്പ് ചത്തുകിടക്കുന്ന പട്ടിയെ കുടിച്ചു മൂടാതെ പറമ്പിലോ മറ്റോ വെക്കുന്നുവെങ്കിൽ ആ പട്ടിയുടെ നാറ്റം എത്രയായിരിക്കും? അതിനേക്കാളും വലിയ നാറ്റത്തോടുകൂടെ ഒരു പറ്റം കുട്ടികളെ അല്ലാഹു കൊണ്ടുവരും. അവർ ലഹരികൾക്ക് അടിമപ്പെടുന്ന കുട്ടികളാണ്.
അവർ ലഹരികൾക്ക് അടിമപ്പെടുന്ന മക്കളാണ്. കഞ്ചാവിന് അടിമപ്പെടുന്ന കുട്ടികൾ, മയക്കുമരുന്നിന് പറയാൻ എളുപ്പമുണ്ട്. സൗദി അടക്കമുള്ള അറബി രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളിലും മയക്കുമരുന്നുമായി ഒരുത്തനെ പിടികൂടിയാൽ ജീവിതം അവൻ കെടികാണാൻ സാധിക്കുകയില്ല. കാരണം ലോകത്തിനറിയാം ഇതും പാടേ നശിപ്പിച്ചു കളയുന്ന ഒന്നാണ്. യുസമ്മൂനഹാ ബിസ്മി ഗൈരിഹാ. ആഖിർ സമാനിൽ പല പേരുകളിലും ഈ ലഹരി വരും, വ്യാപിക്കും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചപ്പോ 15 പേരുകളാണ് എണ്ണി തന്നത്. 8ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവിടെ വയസ്സെത്രയും നോക്കി അവര് 15 പേരുകളാണ് എണ്ണി തന്നത്. ധാരാളം പേരുകൾ വരുമെന്ന് ഇസ്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചു. പക്ഷേ മിഫ്താഹു ശർരിക്കുൽ, എല്ലാ നാശത്തിന്റെയും ആമുഖം ലഹരിയാകുന്നു. ഉമ്മാനെ വെട്ടിക്കൊല്ലുന്നതും ഒരു വീട്ടിലുള്ള ഒരു കുടുംബത്തിലെ 5 പേരെ വെട്ടിക്കൊന്നതും ലഹരിയുമായി ബന്ധപ്പെട്ട കുട്ടിയായിരുന്നു. എന്താണ് നമ്മുടെ മലയാള മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? സഹോദരങ്ങളെ, വളരെ വിഷമകരമായ വേദനാജനകമായ ഒരവസ്ഥയാണ്. 16-17 വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികൾ, ആൺകുട്ടികളെക്കാളും പെൺമക്കൾ ലഹരിയുമായി ബന്ധപ്പെട്ട് വിദ്യാലയങ്ങളുടെ ഭാഗങ്ങളിൽ, വരാന്തകളിൽ അവർ കുടിച്ചു കിടക്കുന്നതും ബുദ്ധി നഷ്ടപ്പെട്ട് കിടക്കുന്നതും, കഅബാലയത്തിന്റെ കില്ല പിടിക്കാൻ അവസരം ലഭിച്ച നല്ല ഹാജിമാരുടെ, ഹജ്ജുമ്മമാരുടെ മക്കളായി സ്കൂളിന്റെ വരാന്തയിൽ ഇവർ ലഹരിക്കടിമപ്പെട്ട് കിടക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളെ, എവിടെയാ ലോകം എത്തി നിൽക്കുന്നത്? മൻ അത്അമ ശാരിബൽ ഖംർ. ഞാൻ ബഹുമാനപ്പെട്ടവരെ ഇരുത്തി പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു, കള്ളു കുടിക്കുന്നവനെ കുറിച്ചല്ല, ലഹരിയുമായി ബന്ധപ്പെട്ടവരുമല്ല, ആ വ്യക്തികൾ ലഹരിയുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു പിടി ഭക്ഷണം കൊടുക്കുന്നവന് അല്ലാഹു തആല കൊടുക്കുന്ന ഭവിഷ്യത്ത്, സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ വഅഖറബാ. പാമ്പുകളെ കൊണ്ടും തേളുകളെ കൊണ്ടും ഈ കുടിക്കുന്നവർക്ക്, മദ്യത്തിന് അടിമപ്പെടുന്നവർ, ലഹരികൾക്ക് അടിമപ്പെടുന്ന ആ മക്കൾക്കൊരു പിടി ഭക്ഷണം കൊടുക്കുന്നവന് ശിക്ഷയായി ദീൻ പഠിപ്പിക്കുന്നുവെങ്കിൽ വമൻ ജാലസഹു ഹശറഹുല്ലാഹ്. ദീനിന്റെ മക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഏത് കുട്ടികളോടാണ് പറയുന്നത്? ആരാണ് എന്റെ അനുജന്മാരെ പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിൽ നെരിയാണി വെട്ടി രക്തം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ അവിടുത്തെ വായിൽ നിന്ന് പല്ലു തെറിച്ചപ്പോൾ പ്രായം കൊണ്ടുപോയതല്ല, വീണപ്പോൾ പോയതുമല്ല. എന്റെ കൊച്ചനുജന്മാരെ, ആ പല്ല് തെറിപ്പിച്ചതായിരുന്നു. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വായിലെ പല്ല് തെറിപ്പിച്ചതായിരുന്നു. സ്വഹാബത്തിന്റെ മനസ്സ് പതറി. സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അങ്ങയുടെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച, അവിടുത്തെ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞ ആ മനുഷ്യൻ നിന്ന് കേടായി ദുആ ചെയ്തുകൂടെ നബിയേ? റസൂലുള്ളാഹ് പറഞ്ഞു, സ്വഹാബികളെ, എന്റെ ഉമറേ, എന്റെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച, എന്റെ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞ ആ മനുഷ്യന് അല്ലാഹു ഈമാനിന്റെ ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എന്റെ സന്തോഷം എത്രയാണ് ഉമറേ. ഇത് പറഞ്ഞ് കണ്ണീരൊടുക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കുട്ടിക്ക് ഈമാനിന്റെ വെളിച്ചം കിട്ടുന്നത്, ഒരു പെൺകുട്ടിക്ക് ഈമാനിന്റെ ഹിദായത്തിന്റെ പ്രകാശം ലഭിക്കുന്നത് എത്രമാത്രം സന്തോഷിച്ച മുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളാണ് പിതാക്കളെ പറയുന്നത്, വമൻ ജാലസഹു, കള്ളിന് അതുപോലെ കഞ്ചാവിനും ലഹരികൾക്കും അടിമപ്പെട്ടു പോകുന്ന മക്കളുടെ കൂടെ നിങ്ങൾ സഹവസിക്കരുതേ.
അവരെ കൂടെ നടക്കരുത്, അവർ നിങ്ങൾ ചങ്ങാതിയാക്കരുത്. ഹശറഹുല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ. റസൂലുള്ളാഹി റഹ്മത്തുൽ ലിൽ ആലം, ലോകത്തിന് റഹ്മത്തായ മുത്തുനബി തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന മുഅ്മിനീങ്ങൾ, ചെറുപ്പക്കാരായ ദീനിന്റെ പടയാളികളെ, ഹശറഹുല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ. കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട് നടക്കുന്ന ഏതൊരു കുട്ടിയുടെ കൂടെ സഹവസിച്ചാലും അവൻ അല്ലാഹു കുരുടനാക്കി കൊണ്ടുവരും. കുടിക്കുന്നവനെ കുറിച്ചല്ല, അവനെ കൂട്ടുകാരനാക്കി വെച്ചാൽ അവൻ അല്ലാഹു കുരുടനാക്കി കൊണ്ടുവരും. ഖാല റബ്ബി ലിമാ ഹശറതനി അഅമാ. എന്താണ് റബ്ബേ എന്നെ നീ കുരുടനാക്കിയത്? വഖദ് കുന്തു ബസീറാ, ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ അല്ലാഹ്. എടോ ഖാല കദാലിക അത്തത്ക ആയാതുനാ ഫനസീതഹാ ഫകദാലികൽ യൗമ തുൻസാ. സത്യമാണ്, എന്റെ ദീനിന്റെ നിയമങ്ങൾ നിനക്ക് നൽകിയിട്ട് നീ അത് പ്രശ്നമാക്കിയില്ല എങ്കിൽ ഇന്ന് നിന്നെയും ഞാനിതാ വലിച്ചെറിഞ്ഞിരിക്കുന്നു, മറന്നിരിക്കുന്നു. ഫകദാലികൽ യൗമ തുൻസാ. ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുട്ടികളുടെ അതിന്റെ ഭവിഷ്യത്താണ് ദീൻ പഠിപ്പിക്കുന്ന മക്കളെ. വെറുക്കുന്ന അവസ്ഥയല്ല, പക്ഷേ അരുത് അരുത്. ഈമാനിന്റെ വെളിച്ചം കിട്ടിയ ഒരു കുട്ടി ലഹരിയുമായി ബന്ധപ്പെട്ടു പോകരുത്. നമ്മുടെ ഈ പരിസരത്ത് ഒരു ബുദ്ധിയില്ലാത്ത കുട്ടി വന്ന് മൂത്രം പിടിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ അറിയാത്ത ഞാൻ അത്ഭുതപ്പെട്ട് നോക്കിയാൽ മഹാനവരുടെ ചാരത്ത് വെച്ച് നിങ്ങൾ പറയും അത് ബുദ്ധിയില്ലാത്തൊരു കുട്ടിയാണ് ഉസ്താദേ. അതോടെ പ്രശ്നം തീർന്നു. നമ്മുടെ സഭ വെടക്കാകാതിരിക്കാൻ വേണ്ടി അവനെ ചിലപ്പോൾ കൊണ്ടുപോകും, ഇവിടെ നിന്നുമെല്ലാം പറഞ്ഞുവിടും. ഒരു പശു വന്ന് മൂത്രമടിച്ചാലും ആ പശുവിനെ ഞാനോ നിങ്ങളോ ചീത്ത പറയൂല, ബുദ്ധിയില്ലാത്ത ജീവിയാണെന്നറിയാം. എന്നാൽ നമ്മുടെ മഹല്ലിലുള്ള നാട്ടിലുള്ള ഒരു ബുദ്ധിയുള്ള കുട്ടി വന്ന് മൂത്രമടിച്ചാൽ അവരെ നിങ്ങൾ വെറുതെ വിടോ? അവരെ നിങ്ങൾ വെറുതെ പറഞ്ഞേക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം അല്ലാഹു തആല ഒരു കുട്ടിക്ക് നൽകിയ വല്ലാത്തൊരു തൗഫീഖാണ് അഖ്ല്, ബുദ്ധി. ആ ബുദ്ധി എന്റെ കുട്ടികളെ ലഹരികൾക്ക് അടിമപ്പെട്ട് നഷ്ടപ്പെടുത്തിയാൽ എന്നേക്ക് ഖേദിക്കേണ്ടി വരില്ലേ? ഞാനിവിടെ ആമുഖമായി പറയുന്നത്, ഒരു ഉമ്മാനെ വെട്ടിക്കൊന്നതും ബാപ്പയുടെ കടുത്തെറുത്തതും ഒരു കുടുംബത്തിലെ 4-5 പേരെ കൊന്നൊടുക്കുന്നതും ലഹരിക്കടിമപ്പെട്ടു പോയ ഈമാനിന്റെ വെളിച്ചം കിട്ടിയ മക്കളാണെന്ന് ഓർക്കണം. അവർക്ക് അറിഞ്ഞില്ലത്രേ. പിടിഞ്ഞു മരിച്ചതിന് ശേഷം കുട്ടി പറയത് എന്റെ ഉപ്പയാണെന്ന് അറിഞ്ഞില്ല. ഇവിടെയാണ് ലോകം എത്തി നിൽക്കുന്നത്. എവിടെയാണ് പിതാക്കളെ സമാധാനമുള്ളത്? ഒരു ഭാഗത്ത് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് സ്വന്തം ഉമ്മാക്ക് പോലും മക്കളുടെ മുന്നിൽ ഒരു ദിവസം താമസിക്കൽ പേടിച്ചിട്ട്, പൊന്നുമക്കളുടെ ചാരത്തു പെറ്റുമ്മാക്ക് പോലും വാപ്പാക്ക് പോലും 1 മണിക്കൂർ താമസിക്കാൻ പേടിച്ച് ജീവിക്കുന്നൊരു കാലം ഒരു ഭാഗത്തോ. മറുഭാഗത്തോ നഊദു ബില്ലാഹ്, പഴയ കാലത്ത് ഉസ്താദുമാരൊക്കെ പറയും അസ്രാഈലിന്റെ വരവും ഓട്ടോറിക്ഷയുടെ തിരിക്കലപ്പെടാ പറയാൻ പറ്റൂല. ഇവിടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെങ്ങാനും ഉണ്ടോ? നിങ്ങൾ വെറുപ്പൊന്നും വിചാരിക്കരുതട്ടാ. എന്നാലും ഞാൻ ഉപ്പാപ്പാനെ ഇരുത്തി പറയാ, നിങ്ങൾ തിരിക്കുമ്പൊന്ന് ശ്രദ്ധിച്ചാൽ എന്ത് കടുപ്പാ നിങ്ങളെ തിരിക്കലറിയാം. എത്ര പ്രായമുള്ളവരുടെ ശാപം തട്ടും. ഡ്രൈവർമാരൊന്ന് ശ്രദ്ധിക്കുന്നല്ലതാ. പഴയ കാലത്തുള്ള ഉസ്താദുമാരുടെ വാക്കുകളാണ്. അസ്രാഈലിന്റെ വരവും ഓട്ടോറിക്ഷയുടെ തിരിക്കലപ്പെടാ പറയാൻ പറ്റില്ല. ഇപ്പോഴോ മഹാന്മാര് പറയുന്നു അസ്രാഈലിന്റെ വരവും പെൺകുട്ടികളുടെ ചാടിപ്പോക്കും എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. കാസർഗോഡിന്റെ ഹൃദയഭാഗത്ത് വരെ ധാരാളം മഹത്തുക്കൾ ഇപ്പൊ ഇവിടെ വന്ന് നമുക്ക് ദുആ ചെയ്തു പോയ അവിടുത്തെ അമ്മോഷൻ കൂടിയായ ബഹുവന്യരായ മുവഫഖായ സയ്യിദ് അവറുകൾ തൊട്ട് ധാരാളം മഹാന്മാരുടെ പാദസ്പർശം ഏറ്റുപോയ മണ്ണിന്റെ ബറക്കത്തിന്റെ മക്കളാണ് കാസർഗോഡ് ജില്ലയിലെ മക്കൾ. അവിടെ പോലും
ഈമാനിന്റെ വെളിച്ചം കിട്ടിയ പെൺകുട്ടികളുടെ ചാടിപ്പോക്കുകൾ വ്യാപിക്കുന്നുണ്ട് മുസ്ലിമീങ്ങളെ. ഇവിടെ ആയതുകൊണ്ട് ആ രൂപത്തിൽ പറയുന്നു. കണ്ണൂരിൽ, ഞാൻ ഇന്നലെ കണ്ണൂരിൽ പോയിരുന്നു. അവിടുത്തെ അവസ്ഥകൾ ഞാൻ തുറന്നു പറഞ്ഞു. ചില കാര്യങ്ങൾ സർവ നടത്തി ചില ആളുകളുടെ വിവരക്കണക്കുകൾ കിട്ടുകയാണ്. എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പേടിയില്ല. പഴയ കാലത്ത് ഒരു ഷഫഖത്ത് കിർഫ, ഉമ്മയോടൊരു കിർഫ, ഉപ്പയോടൊരു കിർഫ, അങ്ങനെയൊന്നുമില്ല. ഒരു പേടിയില്ല ചാടിപ്പോകാൻ. ഏതോ ഒരു ചെക്കന്റെ ചെരി കാണുമ്പോഴേക്കും ഉമ്മാനെ വലിച്ചെറിഞ്ഞ വാപ്പയെ മറന്ന് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ആരോട് കളിക്കുന്നു? പരിശുദ്ധ ദീനിനോട്. ഈമാനിന്റെ വെളിച്ചം കിട്ടിയിട്ട് ഒരു പ്രശ്നവുമില്ലാതെ ഏതെങ്കിലും ചെക്കന്മാരുമൊത്തി ഇറങ്ങിപ്പോകുന്ന നല്ല നല്ല കാര്യപ്പെട്ട ഹാജിമാരുടെ, ഹജ്ജുമ്മമാരുടെ മക്കളാണെന്നുള്ളത്. എന്നാൽ അവർക്കെങ്കിലും എന്റെ ഉപ്പയുടെ മനസ്സ് വേദനിക്കൂ, എന്റെ ഉമ്മയുടെ മനസ്സ്, അങ്ങനൊന്നുമില്ല. അങ്ങനെ ഒരു വിഷയേ കുട്ടികളുടെ കൂട്ടത്തിലില്ല. പ്രത്യേകിച്ച് ഈ സമാനിൽ ഇറങ്ങിത്തിരിച്ച മക്കളുടെ അവസ്ഥകൾ ഭയാനകരമാണ്. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ കാക്കുമാറാവട്ടെ. ഖാലിഖായ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട് മുസ്ലിമീങ്ങളെ. നിസ്ഫ ദഖീഖ, അരമണിക്കൂറെങ്ങാനും നമ്മൾ ഇരുന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, നാം ഈ കസേരയിൽ ഇരുന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത് വെച്ച് എന്ന് പറയട്ടെ, ഈ പ്രസംഗിക്കുന്ന ഞാൻ, എന്നെ കുറിച്ച് എനിക്കെന്റെ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ സംസാരശേഷിയില്ലാത്തവരുണ്ട്. നമുക്ക് സംസാരിക്കാനുള്ള തൗഫീഖ് തന്നിട്ടുണ്ട്. 12-20 കൊല്ലമായിട്ട് തീരെ സംസാരിക്കാത്ത ആളുകളുണ്ട്. അതുപോലെ കാഴ്ചയില്ലാത്ത ആളുകളുണ്ട്. ഡയാലിസിസ് നടക്കുന്ന പാവങ്ങളുണ്ട്. ആഴ്ചയിൽ 2-3 ദിവസം ക്യാൻസർ പിടിച്ച് എല്ലായി കിടക്കുന്നവരുണ്ട്. മാസങ്ങളോളമായി കിടപ്പുമുറിയിൽ പുറം പൊട്ടിയൊലിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്നവരുണ്ട്. എന്റെ ഈ സദസ്സിലുള്ള പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, എത്ര ശുക്ർ നമ്മൾ ഖാലിഖായ റബ്ബിന് നൽകണം, ചെയ്യണം. അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളമുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു നിഅമത്ത്, നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന നജബത്തുൽ ഔലാദി. അല്ലാഹു തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിമീങ്ങളെ, നമ്മുടെ പൊന്നുമക്കളാണ്, നമ്മുടെ കുട്ടികളാണ്. ചില ആളുകളൊക്കെ തങ്ങൾ ഉസ്താദിനോട് വന്ന് പറയും, മോൻ വളരെ വെടക്കാണ്, മോള് വളരെ വെടക്കാണ്. മാതാപിതാക്കളെ അരുത്, നമ്മുടെ കുട്ടികളെ കുറിച്ച് മോശമാണെന്ന് വാപ്പയുടെ നാവ് കൊണ്ട് പറയരുത്, ഉമ്മാന്റെ നാവ് കൊണ്ട് പറയരുത്. അതൊരു നല്ല പദമല്ല. ധാരാളം ആളുകൾ പറയുന്ന ചില വാക്കുകളുണ്ട്. എന്റെ മകൻ വളരെ മോശമാണ്, എന്റെ മകൾ വളരെ മോശമാണ്. അല്ലാഹു നമുക്ക് നൽകിയ മക്കളുടെ മഹത്വം തിരിയണോ? കല്യാണം കഴിച്ച് 10-20 കൊല്ലമായി ഒരു കുഞ്ഞിന്റെ കാല് കാണാത്ത ദമ്പതികളുണ്ടോ? രാവിലെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ നോക്കിയിട്ട് വീട്ടിന്റെ വരാന്തയിൽ വാതിലിനോട് ചാരി നിന്നിട്ട് കണ്ണീരൊടുക്കുന്ന പെൺകുട്ടികളുണ്ട്. ഭർത്താവിന്റെ ചോദ്യം, നീ എന്തിനാ കരയുന്നത്? ആ പെണ്ണ് പറഞ്ഞു, ഒന്നുമില്ല. ആ മദ്രസയിലേക്ക് ബാഗ് പിടിച്ച് ഓടുന്ന കുട്ടികളെ കണ്ടപ്പോൾ കരഞ്ഞുപോയതാണ്. മുസൽമാൻ, നമ്മുടെ മക്കളുടെ മഹത്വം ആ മക്കളില്ലാത്തവരോട് ചോദിക്കേണ്ടതില്ല. അവരുടെ മുഖം വായിച്ചാൽ മതി, അവരുടെ മനസ്സ് വായിച്ചാൽ മതി. ആരാണ് നമ്മുടെ മക്കൾ? ആരാണ് നമ്മുടെ കുട്ടികൾ? കല്യാണം കഴിഞ്ഞ മക്കളില്ലാത്ത ദമ്പതികളുടെ മനസ്സൊന്ന് വായിച്ചാൽ എത്രമാത്രം ശുക്ർ ചെയ്യേണ്ടി വരും നമ്മൾ. അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്ത്, വഅജല്ലുഹുന്ന നജബത്തുൽ ഔലാദി. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലെ പ്രധാനപ്പെട്ട മുത്തുകളാണ് നമ്മുടെ മക്കൾ.
ആ മക്കൾ കെട്ടുപോകരുത്, ആ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ആ കുട്ടികളെ കൊണ്ട് ഖുർറത്തുൽ ഐൻ, കൺകുളിർമ നമുക്കുണ്ടാവണം. മാതാപിതാക്കൾ കണ്ണു തുറക്കണം. മാതാപിതാക്കളുടെ കൽബിൽ കുട്ടികളെ ശകാരിക്കാനല്ല, കുട്ടികളോട് മോശമായി പെരുമാറാനുമല്ല, മാതാപിതാക്കളുടെ മനസ്സ് എപ്പോഴും മക്കളിലേക്കൊരു നദർ, ഒരു നോട്ടം ഏത് സമയത്തും ഉണ്ടാക്കിയില്ല എങ്കിൽ അത് അപകടമാണ്, വിഷമമാണ്, പ്രയാസമാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്. അൽ ബനൂന നിഅമൽ വൽ ബനാതു ഹസനാത്ത്. അൽ ബനൂന നിഅമൽ, ആൺകുട്ടികൾ അനുഗ്രഹങ്ങളാണ്. വൽ ബനാതു ഹസനാത്ത്, പെൺമക്കൾ നന്മകളാണെന്ന് പഠിപ്പിച്ചത്. അത് ഉസ്താദുമാർക്ക് അറിയാം അതിന്റെ അർത്ഥം. ആൺകുട്ടികൾ അത് അനുഗ്രഹങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, പെൺകുട്ടികൾ ഹസനാത്താണ്, ചോദ്യം ചെയ്യപ്പെടുന്ന രൂപമല്ല, നന്മകളാണ്. മുസ്ലിമീങ്ങളെ, അല്ലാഹു തആല ഒരു വീട്ടിൽ ഒരു പെൺകുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്തുമാത്രം ബറക്കത്താണ്, ഐശ്വര്യമാണ്, റഹ്മത്താണ്. ഇതൊരു സത്യമാണല്ലോ, യാഥാർത്ഥ്യമാണല്ലോ. പക്ഷേ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ആ അനുഗ്രഹമായ ഹസനത്തിൽപ്പെട്ട നമ്മുടെ കുട്ടികളാണ് ഇന്ന് ചാടിപ്പോകുന്നത്. ഒരു കൃപ, ഒരു പ്രശ്നവുമില്ലാതെ, യാതൊരു ചിന്തയുമില്ലാതെ ചാടിപ്പോകുന്ന പെൺകുട്ടികൾ എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ തന്നെയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, പറഞ്ഞു വരുന്നത്, സഹോദരങ്ങളെ, ഈ ഒരു പെൺകുട്ടി ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടുന്നൊരു കാഴ്ച ഞാൻ ഈ മുള്ളേരി ഭാഗത്ത് വന്ന് വഴുതു പറഞ്ഞപ്പോൾ പറഞ്ഞുപോയി. ഒരു ഉമ്മാനെ ചവിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി കൊടുക്കട്ടെ. ഞാനിപ്പോ 2 ചരിത്രം പറഞ്ഞാൽ 2 മണിക്കൂർ തികച്ചു പോകാൻ അറിയാത്ത ആളല്ല, കുറേ കൊല്ലായിട്ടുണ്ട്. ഞാൻ അതാണ് നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചത്. പക്ഷേ ഈ മജ്‌ലിസ് ഒരു നല്ല നേതൃത്വത്തിന്റെ കീഴിലുള്ള ബറക്കത്തുള്ള മജ്‌ലിസാണ്. വല്ലാതെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു. അല്ലാഹു നമ്മുടെ ജീവിതം ധന്യമാക്കി തെരുമാറാവട്ടെ. ഒരു പെൺകുട്ടി ഉമ്മാനെ ചവിട്ടുന്നൊരു കാഴ്ച ഞാൻ ഈ അടുത്ത് വന്ന് വഅദ് പറഞ്ഞു. എന്താ പ്രശ്നം എന്നറിയോ? ആ പെൺകുഞ്ഞിനെ പ്രസവിച്ചു ഉമ്മ. മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഉപ്പ മരിച്ചു. പിന്നീട് 10-20 കൊല്ലത്തോളം ഈ പെൺകുട്ടിയെ വളർത്തിയ പൊന്നുമ്മയെ ഈ പെൺകുട്ടി ചവിട്ടുന്ന രംഗമെന്ന് പറഞ്ഞാൽ ഈ ഉമ്മ വേറൊരു പുതിയാപ്പിളക്ക് വെടിപ്പെട്ടില്ല. ചെറുപ്രായമായ ഉമ്മയാണെങ്കിലും ഈ പൊന്നുമോളെ ഓർത്തിട്ട് ആ ഉമ്മ പറഞ്ഞുവത്രേ, എന്റെ മകൾ, എന്റെ കുഞ്ഞ്, ഞാനെങ്ങാനും വേറൊരു പുതിയാപ്പിളക്ക് വെടിപ്പെട്ടാൽ ഈ കുഞ്ഞിനെ ആര് നോക്കും, ഈ കുഞ്ഞിനെ ആര് വളർത്തും? അവർക്കത്ര ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല, പുതിയ ഭർത്താവിന്റെ വീട്ടുകാർക്ക് സന്തോഷമുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ കുട്ടി കാരണം ദുനിയാവിൽ വേറൊരു പുതിയാപ്പിളക്ക് ഞാൻ വെടിപ്പെടുന്നില്ല. ഈ പൊന്നുമോൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഉപ്പ അല്ല, ഈ ഉമ്മ, ആ ഉമ്മയാണ് സഹോദരങ്ങളെ 10-18-20 വയസ്സായപ്പോഴേക്കും ഒരു ദിവസം ആ പൊന്നുമോളെ വീട്ടിൽ കാണുന്നില്ല. നോക്കുമ്പോൾ അവള് ചാടിപ്പോയത്രേ. തേടി പിടിച്ചു നീ ഉമ്മ, അന്വേഷിച്ചു. കാരണം ഈ ഉമ്മാക്ക് മോളേ ഉള്ളൂ. അന്വേഷിച്ച് തേടി പിടിച്ച് മകളുടെ അരികിലെത്തി, മകളുടെ ചാരത്തെത്തി. അങ്ങനെ ഈ പ്രിയപ്പെട്ട മകളെ, പൊന്നുമോളെ അരികിൽ ചെന്നിട്ട് മോളെ എന്ന് വിളിച്ച് വാവിട്ട് കരയുന്ന ഉമ്മ. നാട്ടിൽ ബന്ധപ്പെട്ടവര് പറഞ്ഞു, മോളെ, നിന്റെ ഉമ്മയാണ് കരയുന്നത്, നിന്റെ ഉമ്മയാണ് വാവിട്ട് കരയുന്നത്, ഉമ്മാക്ക് നീ മാത്രമുള്ളൂ എന്നാ പറയുന്നത്, നിന്നെ കൊണ്ടുപോകാൻ ഉമ്മ വന്നിരിക്കുകയാ. ഈ പെൺകുട്ടി പച്ചയിൽ പറയാ, എനിക്ക് ഉമ്മ വേണ്ട, ഞാൻ ഉമ്മയുടെ കൂടെ പോകില്ല, ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നത്. നോക്കൂ നിങ്ങൾ, ഓ പ്രിയപ്പെട്ട ഉമ്മ മകളുടെ കാൽക്കലങ്ങ് വീണു. മോളെ കാൽക്കലങ്ങ് വീണ് 2 കാലും കൂട്ടിപ്പിടിച്ച്
നോക്കൂ എന്റെ സഹോദരങ്ങളെ, പൊന്നുമകളുടെ കാൽക്കൽ വീണിട്ട് 2 കാലും കൂട്ടിപ്പിടിച്ച് മോളെ എന്ന് വിളിച്ച് കണ്ണീരെടുക്കുമ്പോൾ ആ നന്ദികെട്ട പെൺകുട്ടി, ദയ പോലും കാണിക്കാത്ത പെൺകുട്ടി ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടുന്നത് കാണുന്നു. ഉമ്മാന്റെ മാറിടത്തിൽ ചവിട്ടുന്ന കാഴ്ച. 2 കൊല്ലത്തോളം ആ പെൺകുട്ടിക്ക് മുല കൊടുത്തു പോയ പൊന്നുമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുമ്പോഴും ഉമ്മ കൈവിടുന്നില്ല മുസ്ലിമീങ്ങളെ. അവസാനം ഉമ്മയുടെ കവിളത്ത് ചവിട്ടു നിന്നു, മുഖത്ത് ചവിട്ടു നിന്നപ്പോൾ വേദന സഹിക്കാൻ കഴിയാത്ത ഉമ്മ കൈവിട്ടു. ഈ പെൺകുട്ടി ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോഴും ഉമ്മ എഴുന്നേറ്റിട്ട് വിളിക്കുന്നു, മോളെ മോളെ എന്നുള്ള വിളി. ആര് കേൾക്കാനുണ്ടാ വിളി? ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികളോട് പറയുന്നു, മക്കളെ, അഭിവന്ദരായ കണ്ണവം തങ്ങൾ പാപ്പയുടെ ചാരത്ത് വെച്ച് ഞാൻ എന്റെ പൊന്നു കുട്ടികളോട് പറയുന്നു, മോളെ, എനിക്കും അല്ലാഹു പെൺമക്കളെ നൽകിയിട്ടുണ്ട്. ഞാൻ എന്റെ കുട്ടികളെ പോലെ വിചാരിച്ച് ഇവിടെയുള്ള മക്കളോട് പറയുന്നു, എന്റെ പെൺകുട്ടികളെ, 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി നിന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു അക്രമുൽ അക്രമീൻ, റബ്ബാണ് വലുത്. ഓളെ, റബ്ബ് നിന്നെ വെറുതെ വിടില്ല. ആരെയാ നീ ചവിട്ടിപ്പോകുന്നത്? ഏതോ ഒരു ചെക്കൽ, തറവാട്ടിന് നിരക്കാത്ത ചതിയനും വഞ്ചകനും നന്ദികെട്ടവനുമായ ഒരു ചെക്കന്റെ കൂടെ ഓളെ, അവന് നീ മാത്രമായിരിക്കില്ല, നിന്നവൾ കൊണ്ടുപോയിട്ട് നിന്റെ മരണം വരെ അവൻ കൊണ്ടു നടക്കുമെന്ന് ഉറപ്പുപോയി വല്ല ധാരണയുമുണ്ടോ? ഓളെ, അവൻ ചതിയനാണ്, അവൻ വഞ്ചകനാണ്. അവന് നിന്നെ പോലെ വേറെയും പെൺകുട്ടികളുണ്ട്. അവന്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ഞാൻ എന്റെ പെൺമക്കളോട് തുറന്നു പറയട്ടെ, മോളെ, ആ വഞ്ചനയിൽ പെട്ടുപോകരുത്. അവൻ വഞ്ചകനാൻ, അവൻ ചതിയനാൻ, നന്ദികെട്ടവനാൻ, തറവാട്ടിന് നിരക്കാത്തവനാൻ. അവന്റെ കൂടെ മോളെ, അവന്റെ ചിരി കണ്ട് നിന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടി നിന്റെ ഉപ്പയെ നാണം കെടുത്തി മോളെ നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ സാധുവായ ഉപ്പ, ഉമ്മയെക്കാളും പച്ച പാവമാണ് ഉപ്പ. യാഥാർത്ഥ്യമല്ല മക്കളെ. അൽവാരിദു ഔസതു അബ്വാബിൽ ജന്നാ. റസൂലുള്ളാഹി പറയുന്നു, സ്വർഗത്തിലെ കവാടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കവാടം നമ്മുടെ ഉപ്പയാകുന്നു. ഉപ്പാക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയൂല. കാസർഗോഡുള്ള ഉപ്പമാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഉമ്മാക്ക് കരയാൻ കഴിയും, ഉമ്മാക്ക് കണ്ണീരൊടുക്കാൻ കഴിയും. പലപ്പോഴും മക്കളെ, നമ്മുടെ ഉപ്പാക്ക് കണ്ണീരൊടുക്കാൻ കഴിയില്ല. പക്ഷേ മോളെ, നിനക്ക് ആദ്യമായി സ്വർണത്തിന്റെ ഒരു മോതിരം വാങ്ങി തന്നത് നിന്റെ ഉപ്പയാണെന്ന് ഓർക്കേണ്ടതുണ്ട്. 10-18 കൊല്ലത്തോളം നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി കാശ് മുടക്കുന്നതും അധ്വാനിക്കുന്നതും നിനക്ക് വസ്ത്രം വാങ്ങിത്തരുന്നതും ആശിക്കുന്ന വസ്ത്രങ്ങളൊക്കെ വാങ്ങിത്തരുന്നതും മോളെ ഉമ്മയല്ല കേട്ടോ, നിന്റെ പാവപ്പെട്ട ഉപ്പയാണ്. കല്യാണ പ്രായമെത്തുമ്പോഴേക്കും 20-25 പവനുണ്ടാക്കി വെക്കുന്നതും പെൺകുട്ടികളെ നിങ്ങളുടെ ഉപ്പയാണ്. സാധുവാണ് മക്കളെ നമ്മുടെ ഉപ്പ. ആ വാപ്പയെ നാണം കെടുത്തിയിട്ട് സമൂഹത്തിൽ തലപൊക്കി നടക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്റെ ഉപ്പാനെ നാണം കെടുത്തി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ മോളെ, അവന്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമ്പോ ആര് നിന്നെ കാണാൻ വരും? ആര് നിന്നെ അന്വേഷിക്കും? കുടുംബത്തിൽ ആരെങ്കിലും വരുമോ? കുടുംബത്തിന് ശാപമാണ് നീ. നാട്ടുകാരെങ്കിലും വരുമോ? നാട്ടിന് വളരെ ബെടക്ക് പിടിച്ചവളാണ് നീ. ചാടിപ്പോയ വ്യഭിചാരി പെണ്ണായി വളരുന്നവളാണ് നീ. പക്ഷേ എന്റെ കുട്ടികളോട് ചോദിക്കുന്നു, മോളെ, ആര് നിന്റെ അരികിലേക്ക് വന്നില്ലെങ്കിലും ആകാശത്തിന്റെ ചുവട്ടിൽ അല്ലാഹു പടച്ച പടപ്പുകളിൽ ഒരു ജീവി നിന്റെ അരികിലേക്ക് വരും, നിന്റെ മുഖത്ത് നോക്കും, മോളെ എന്ന് വിളിക്കും, അണച്ചുകൂട്ടും. ആ ജീവിക്കറിയാം നീ ചാടിപ്പോയവളാണെന്ന്, ആ ജീവിക്കറിയാം നീ ഒരു വ്യഭിചാരി പെണ്ണാണെന്ന്. എന്നാലും നിന്റെ അരികിൽ വന്നിട്ട് മോളെ എന്ന് വിളിക്കും. ആരാണെന്നറിയോ? നിന്റെ ഉമ്മയാണ്. ആ കരയുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മാന്റെ കൂടെ പോകില്ല എന്ന് പറഞ്ഞില്ല മോളെ. ആ ഉമ്മയാണ്
നിന്നെ ഇപ്പോൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും നിന്റെ അരികിലേക്ക് എത്തിയിട്ടുള്ളത് അത് നിന്റെ പൊന്നു ഉമ്മ തന്നെയാ. ആ ഉമ്മാന്റെ മാറിടത്തിൽ നീ ചവിട്ടിയില്ലേ? ആ ഉമ്മയുടെ കവളത്ത് നീ ചവിട്ടിയില്ലേ? എന്നിട്ടും ആ ഉമ്മ നിന്റെ അരികിൽ വന്നു, മോളെ എന്ന് വിളിച്ചു, നിന്നെ അടച്ചുകൂട്ടി വീട്ടിൽ കൊണ്ടുപോയി വയറ് നിറയെ ഭക്ഷിപ്പിക്കുന്നു. ഞാൻ എന്റെ കുട്ടികളോട് പറയട്ടെ, മോളെ എന്താണ് കാരണമെന്നറിയോ? എന്ത് പറഞ്ഞാലും ഉമ്മാക്ക് നമ്മ കൈയൊടിക്കാൻ പറ്റില്ല. ഈ വഅദ് പറയുന്ന മുസ്ലിയാർ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് വഅദിന് വരുമ്പോൾ, ഒരു 4-5 വർഷം മുമ്പ് വന്നപ്പോൾ എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, വാപ്പയും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ രണ്ടുപേരും പള്ളിപ്പറമ്പിലാണ്. ഞാൻ ഇന്ന് വഅദ് കഴിഞ്ഞ് ഉദാഹരണം പറയുന്നു. വീട്ടിലെങ്ങാനും എത്തുന്നുവെങ്കിൽ എന്റെ ഉമ്മ കിടക്കുന്ന കട്ടില് കണ്ടാൽ ഇന്നും കൽബൊന്ന് പൊട്ടിപ്പോകും. ഏത് സമയത്ത് ചെന്ന് ബെല്ലടിച്ചാലും തുറക്കുന്നതും ഒരു തുള്ളി വെള്ളം കുടിച്ച പോലെ എന്ന് പറയുന്നതും മക്കളെ നമ്മുടെ ഉമ്മ തന്നെയാ. ഞാൻ എന്റെ ചെറുപ്പക്കാരായ കുട്ടികളിലേക്ക് ഇറങ്ങി വന്ന് പറയുന്നു, മക്കളെ നമ്മുടെ ഉമ്മ പച്ചപാവമാണ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലുകൾ ജീവനുണ്ടായിരിക്കെ കൊത്തിമുറിക്കുന്നുവെങ്കിൽ മോനെ നമ്മുടെ വേദന എത്രയായിരിക്കും? അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. നമ്മ പ്രസവിക്കുമ്പോൾ അശദ്ദു മിനൽ മൗത്ത്, അശദ്ദു മിനൽ മൗത്ത്, മരണത്തെക്കാളും ശക്തിയാണ് പ്രസവ വേദന. ഈ ഇരിക്കുന്ന സഹോദരങ്ങൾ, നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി സഹിച്ച വിഷമം കുറച്ചൊന്നുമല്ല സഹോദരങ്ങളെ. നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകൾ 10-20 ഞരമ്പുകൾ ജീവനുണ്ടായിരിക്കെ വലിച്ചെടുത്താൽ ബ്ലേഡ് കൊണ്ടുവന്ന് തൊലി മുറിച്ച് ആ തൊലി മുറിച്ച് ഞരമ്പുകൾ വലിച്ചെടുക്കുന്നുവെങ്കിൽ എന്റെ അനുജാ നമ്മുടെ വേദന എത്രയായിരിക്കും മക്കളെ? അതിനേക്കാളും വലിയ വേദന. ഇതിന് ആയത്തുകൾ ഓതേണ്ടതില്ല, ചരിത്രമൊന്നും പറയേണ്ടതില്ല. ഇത് ഹക്കല്ല മക്കളെ. നമ്മുടെ ഉമ്മയുടെ വേദന, നമ്മുടെ എത്ര വേദന നമുക്കുണ്ട്, അതിനേക്കാളും വലിയ വേദനയാണ് നമ്മ പ്രസവിക്കുമ്പോൾ ഉമ്മ സഹിച്ചിട്ടുള്ളത്. ആ ഉമ്മയെ 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതോ ഊരു ചുറ്റി നടക്കുന്ന തറവാട്ടിന് യോജിക്കാത്ത ഒരു ചെക്കന്റെ ചിരി കണ്ടപ്പോഴേക്കും ആ ഉമ്മയുടെ നെഞ്ചത്തെ മാറിടത്തിൽ ചവിട്ടിയിട്ട് ഇറങ്ങി പോകുന്നവൾ നന്ദി കെട്ടവളാണ്, നന്ദി കെട്ടവളാണ് മോളെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ആരോട് നീ കളിക്കുന്നു മക്കളെ? ആരോടാണ് മോളെ നീ കളിക്കുന്നത്? നിന്റെ പൊന്നുമ്മയോടോ, നിന്റെ പാവപ്പെട്ട ഉപ്പയോടോ? നിനക്ക് വേണ്ടി ജീവിക്കുന്ന കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകളെ അല്ലാഹു ആകാശത്തിന്റെ ചുവട്ടിൽ പടച്ചിട്ടുണ്ട് മോളെ. ഒന്ന് നമ്മുടെ ഉമ്മയാണ്, മറ്റൊന്ന് നമ്മുടെ ഉപ്പയുമാണ്. ഇതിൽ തർക്കമുണ്ടോ? ഇതിൽ തർക്കമുണ്ടോ? സാധാരണ വാദികൾ തുറന്നു പറയാറുണ്ട്. അതുകൊണ്ടോ നബിത്തങ്ങൾ പറഞ്ഞു പോയത്, മാമിൽ വലദിൽ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൻ ഹജ്ജത്തൻ മബ്റൂറാ. ഖാല റസൂലുള്ളാഹി. നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലല്ലോ? തണുപ്പേറ്റ കൂടിയ നിങ്ങളൊക്കെ എന്തോ ഒരു തണുപ്പായിട്ടായിരിക്കണം. നിങ്ങൾ ഇവിടേക്ക് എന്ത് ചൂടാണ്. നിങ്ങൾ ഗൂഡല്ലൂർ വരും, ഊട്ടി ഭാഗത്തൊക്കെ തണുപ്പ് കാണിച്ചാലാണ്. ഇവിടേക്ക് എന്ത് ചൂട്. നിങ്ങൾ ഒരു മഴ പെയ്തപ്പോൾ നോക്കി ഈ രണ്ടെങ്ങനെ ഇരിക്കണം. നിങ്ങൾ ഉഷാറിരിക്കുക ബീവികളെ. അള്ളാഹു നല്ല ബറക്കത്ത് നൽകട്ടെ. മുന്നിരിക്കുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട്. സഹോദരങ്ങളിരിക്കുമ്പോൾ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഞാനിവിടെ പറയുന്നത്, മാമിൻ വലദിൻ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മ. ഉമ്മയുടെ ഈ ഇരിക്കുന്ന നമ്മൾ പ്രസംഗിക്കുന്ന ഞാനടക്കമുള്ള നമ്മൾ എല്ലാവരും ഓർക്കണ്ട, നമ്മുടെ പൊന്നുമ്മയുടെ വാപ്പയുടെ മുഖത്ത് മുസ്ലിമീങ്ങളെ ഈമാനിന്റെ വെളിച്ചമുള്ളവന് തർക്കമില്ല, രണ്ടഭിപ്രായം പറയാനുമില്ല. മാതാപിതാക്കളുടെ മുഖത്ത് സന്തോഷിപ്പിച്ച് റഹ്മത്തിന്റെ ഒരു നോട്ടം നോക്കുന്നവല്ല ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൻ മബ്റൂറാ. കഅബാലയത്തിന്റെ കല്ല് പിടിച്ച് പാൽക്കടൽ പോലെ വിശാലമായി കിടക്കുന്ന അറഫാ മണ്ണിൽ ചെന്ന്
10-15 ലക്ഷം മുടക്കി കഴിഞ്ഞ കൊല്ലം തങ്ങൾ ഉസ്താദിനറിയാം 10.5 ലക്ഷം മുടക്കിയിട്ട് ഹജ്ജിന് പോയവർ കാസർഗോഡ് ജില്ലയിലുണ്ട്. 12 ലക്ഷം മുടക്കി പോയവരുണ്ട്. ആ 12 ലക്ഷം മുടക്കി 40 ദിവസം അറഫ മിന മുസ്ദലിഫയിൽ ഇബാദത്തെടുത്ത് തിരിച്ചു വന്നാലും മബ്റൂറായ ഹജ്ജ് എന്ന് പറയാൻ പറ്റുമോ? ഉമ്മാനെ സന്തോഷിപ്പിച്ച്, പൊന്നുപ്പയെ സന്തോഷിപ്പിച്ച്, റഹ്മത്തിന്റെ ഒരു നോട്ടം നോക്കുന്ന മക്കൾക്ക് മബ്റൂറായ ഹജ്ജ് ചെയ്ത പ്രതിഫലം മുഹമ്മദ് മുസ്തഫ. ഇതാണ് ദീൻ. അതാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും. ഉമ്മ വല്ലാത്ത മഹതിയാണ്, നമ്മുടെ ഉപ്പ വല്ലാത്ത മഹാനാണ്. അള്ളാഹു നമുക്ക് നൽകിയ മഹാന്മാരാണ്. അവരവരുടെ ഉമ്മയും ഉപ്പയും ആ പദവി ചെറുതല്ല കുട്ടികളെ. പുതിയ തലമുറക്കറിയാതെ പോകുന്നുണ്ട്, പുതിയ തലമുറക്കറിയാതെ പോകുന്നുണ്ട്. ഫൗഖ കുല്ലി ഫുജൂരിൽ ഫുജൂർ. മഹാന്മാർ പഠിപ്പിക്കുന്ന ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുത്തുകൾ പഠിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. ഫൗഖ കുല്ലി ഫുജൂരിൽ ഫുജൂർ ഹത്താ യഉഖ അർറജുലു വാലിദൈഹി. ദീനിന്റെ പടയാളികളെ യഹ്റുമുൽ ഹജ്റു തുർഫത ഐൻ. കണ്ണടച്ച് തുറക്കുന്ന സമയം 1 മിനിറ്റ് വേണ്ട. കണ്ണടച്ച് തുറക്കുന്ന സമയം ഉമ്മയോടോ ഉപ്പയോടോ പിണങ്ങിപ്പോകുന്നത് ഹറാമാണ്. അതോടുകൂടെ ബത്വലത്തിൽ അഅ്മാൽ, നമ്മുടെ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നും മാത്രമല്ല എന്റെ അനുജാ ഫൗഖ കുല്ലി ഫുജൂരിൽ ഫുജൂർ. എത്ര വലിയ വൃത്തികെട്ട വാക്കുണ്ടോ പ്രവൃത്തിയുണ്ടോ അതിന്റെ മുകളിൽ ഒരു വൃത്തികെട്ട പദവും പ്രവൃത്തിയുമുണ്ട്. ഹത്താ യഉഖ അർറജുലു വാലിദൈഹി. ഒരു കുട്ടിയെങ്ങാനും മാതാപിതാക്കളെ മനസ്സ് തട്ടുന്ന കരയിപ്പിക്കുന്ന ഒരു പദം പ്രയോഗിച്ചാൽ ഇതിലും വലിയ വൃത്തികെട്ട പദം ആകാശത്തിന്റെ ചുവട്ടിൽ അല്ലാഹു പടച്ചിട്ടില്ല. ബുക്കാഉൽ വാലിദൈൻ, മാതാപിതാക്കളെ ഒരു തുള്ളി കണ്ണീരൊടുപ്പിക്കുക എന്നുള്ളത് അത് വന്തോഷത്തിൽപ്പെട്ടതാണ്. മിൻ അക്ബറിൽ കബായിർ, എന്റെ കുട്ടികളെ വന്തോഷത്തിൽപ്പെട്ടതാണ്. ഈ വഅദ് പറയുന്ന മുസ്ലിയാരുടെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എപ്പോഴെങ്കിലും എന്റെ പൊന്നുമ്മയുടെ കണ്ണിൽ ഒരു തുള്ളി വെള്ളം മുടങ്ങിയാൽ അത് വന്തോഷത്തിൽപ്പെട്ടതാണ്. അതിന്റെ ശിക്ഷ കഠിനമാണെന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. എത്ര വലിയ തെറ്റ് ചെയ്ത കുട്ടിയാണെങ്കിലും, എത്ര വലിയ തെറ്റ് ചെയ്ത മനുഷ്യനും ആ മനുഷ്യൻ ചെയ്ത തെറ്റുകളുടെ ശിക്ഷകൾ അല്ലാഹു ആഖിറത്തിലേക്ക് നീട്ടിവെക്കാം. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ. ഉമ്മയോട് കളിച്ച മക്കളൊഴിച്ച്, വാപ്പയെ തൊട്ട് കളിച്ച കുട്ടികളൊഴിച്ച്, ഫഇന്നല്ലാഹ ലയുഅജ്ജിലുഹു ഫിൽ ഹയാതി ഖബലൽ മമാത്. ഈമാനുള്ള മക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന അനുജന്മാരെ, ഉമ്മ ഉപ്പ ആ 2 മുത്തുകളെ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ട് അണച്ചുകൂട്ടി പൊരുത്തപ്പെടിക്കാത്ത മക്കളുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് പള്ളിക്കാട്ടിലെ ശിക്ഷ കഠിനമാണ്, ആഖിറത്തിലേത് പറയേണ്ടതില്ല. പക്ഷേ ഫിൽ ഹയാതി ഖബലൽ മമാത്, മരിക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ചവന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടേ മരിപ്പിക്കൂ. അവൻ എവിടെ ചെന്നാലും, ഗൾഫിൽ പോയാൽ, നാട്ടിലാണെങ്കിലും, ഇവിടെ ഒരു കച്ചവടം തുടങ്ങിയാലും, എവിടെ ചെന്നാലും അല്ലാഹു ബറക്കത്ത് കൊടുക്കില്ല, ഐശ്വര്യം കൊടുക്കുകയില്ല. ഹമ്മൽ ലാ യൻഖതിഉ അൻഹു അബദാ. മുറിഞ്ഞു പോകാത്ത പ്രശ്നങ്ങൾ സക്കറാത്തിന്റെ ഘട്ടം എത്തുന്നത് വരെ എത്തിയാലോ പള്ളിക്കാട്ടിൽ അദാബ് പറയേണ്ടതുമില്ല. ഉമ്മയോടോ വാപ്പയോടോ ഒരു ചെറിയ വിധേന അകന്നുപോയാൽ മുറിഞ്ഞു പോകാത്ത പ്രശ്നങ്ങൾ. ഇത് ദീൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു മുവഫഖായ കുട്ടിയെ ഇരുത്തിയിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരോട് ഉള്ളു തുറന്ന് സംസാരിക്കുക. ജീവിതം വേണോ? പള്ളിപ്പറമ്പിലുള്ളതല്ല,
മരിക്കുന്നതിന് മുമ്പ് ഒരു സന്തോഷം വേണോ? ആ മുത്തുകളെ സന്തോഷിപ്പിച്ചേ മതിയാകും. ആ പാവങ്ങളെ വേദനിപ്പിച്ച്, ആ പാവങ്ങളെ കണ്ണീരിൽ കുളിപ്പിച്ച് ചാടിപ്പോകുന്ന പെൺകുട്ടികളല്ല വെറുതെ വിടൂ. മാത്രമല്ല, മാതാപിതാക്കളെ നാണം കെടുത്തിയിട്ട് 20 ലക്ഷം മുടക്കി പഠിപ്പിച്ച ഉപ്പരുമാരെ, 40 ലക്ഷം മുടക്കി പഠിപ്പിച്ചൊരു മകനെ അവനൊരു വേഷപ്പെണ്ണമായി വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്റെ ആൺകുട്ടികളെ, ആൺമക്കളോട് ഓർമ്മപ്പെടുത്തുന്ന മക്കളെ, മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് ഒരു വേഷപ്പെണ്ണ് ഒരു പെണ്ണിന് വേണ്ടി മാതാപിതാക്കളെ വേദനിപ്പിക്കുകയോ അവരുടെ വാക്ക് തള്ളുകയോ ചെയ്യുന്നുവെങ്കിൽ ആ ജീവിതം മതി മോനെ നിന്റെ അദാബിനുള്ള എല്ലാ വഴികൾക്കും. നാശത്തിലേക്കുള്ള വഴി, അപകടത്തിലേക്കുള്ള വഴി. മാതാപിതാക്കളോട് കളിക്കരുത്. പക്ഷേ ഇതാരോട് പറയാ, എവിടെ പറയാ? ഞാനിപ്പോ എന്തിനാണ് ഒന്ന് ലഹരിയിലേക്കൊന്ന് തോണ്ടി, ചാടിപ്പോക്കലേക്ക് ഇങ്ങോട്ടൊന്ന് തോണ്ടി? എന്തിനാണ് ഒരു ലക്ഷ്യം വെച്ചാ ഞാൻ പ്രസംഗിക്കുന്നത്? ഞാൻ കുറെ അകലന്ന് വരിക. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അള്ളാഹു നമ്മുടെ ഖബറിലൊക്കെ സന്തോഷം നൽകുമാറാവട്ടെ. ഞാൻ ഈ 2 ഭാഗത്തേക്ക് തോണ്ടി പറയുമ്പോ ചില ആളുകൾ നമ്മുടെ നാടുകളും എത്തുന്നു എന്ന് കേൾക്കുന്നു. പക്ഷേ ഇതൊരു ബറക്കത്തുള്ള ജില്ലയാണ്. മലപ്പുറം ജില്ല എത്രയോ മൂമിനികൾ, ഇരട്ടി 10 ഇരട്ടി മൂമിനികളുള്ള നാട്. പക്ഷെ അതിനേക്കാളും മഹബത്തിന്റെ മണ്ണാണ് ഈ മണ്ണ്. കാസർഗോഡ് ജില്ല ഒരു വലിയ ബറക്കത്തുള്ള മണ്ണാണ്. നമുക്ക് പലപ്പോഴും അറിയാതെ പോകുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിച്ച്, ഭാര്യമാരെ ചതിച്ച് മറ്റു പെൺകുട്ടികളോട് വാട്സപ്പിലൂടെയും മറ്റും കുശലം പറയുന്ന ആൺകുട്ടികൾ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഭാര്യമാരെ ചതിക്കരുത് മുസ്ലിം. ഭാര്യ നമ്മുടെ എല്ലാമാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ ഭാര്യമാരെ വഞ്ചിക്കുന്ന പുരുഷന്മാരുണ്ട്. പുരുഷന്മാരെ ചതിക്കുന്ന ഭർത്താവരെ വഞ്ചിക്കുന്ന ഭാര്യയും. എവിടെയാണ് മുസ്ലിമീങ്ങളെ ജീവിതം? അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ഈ മണ്ണിൽ നമുക്കൊരു സന്തോഷം അല്ല തരൂ. നിങ്ങൾ പറയും, നമ്മളെ ഭാര്യയ്ക്ക് വേറെ ചെക്കനോട് ബന്ധമുണ്ടെന്ന് കേട്ടാൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാര്യയല്ലാത്ത വേറൊരു പെണ്ണിനോട് ബന്ധമുണ്ടെന്ന് നമ്മുടെ ഭാര്യ അറിഞ്ഞാൽ അതൊരു ഭൂമിയിലെ നരകമായി തീരും. അതൊരു വല്ലാത്ത നരകമാണ്. ജീവിതം നശിച്ചു പോകും. പക്ഷെ എന്താ നോക്കൂ നിങ്ങൾ, നഊദു ബില്ലാഹ്. ഞാനിവിടെ പറയുന്നത് ഭാര്യമാരെ ചതിക്കുന്ന ഭർത്താക്കന്മാരെ ചതിക്കുന്ന ഭാര്യമാർ പെരുകിക്കൊണ്ടിരിക്കുമ്പോ എവിടെയാണ് പടച്ച റബ്ബിന്റെ റിള? എവിടെയാണ് മക്കളെ റബ്ബിന്റെ പൊരുത്തം നമുക്ക് കിട്ടുക? വല്ലാത്ത മലീമസമായൊരു ചുറ്റുപാട്. മലപ്പുറം ജില്ലയിൽ 3 കുട്ടികൾ ഒരു പെണ്ണ് ചാടിപ്പോയി. ഞാനത് പ്രസംഗിച്ചപ്പോ, ഞാൻ 3 കുട്ടികൾ പറഞ്ഞപ്പോ ഒരാളെന്നോട് പറയാ, ഉസ്താദെ 4 മക്കൾ ഒരുത്തി ഇവിടെയും ചാടിപ്പോയിട്ടുണ്ട്. ഒരു പ്രശ്നേ ഇല്ലല്ലോ. 4 മക്കൾ ഇവിടൊക്കെ ചാടിപ്പോക്ക് തുടങ്ങിയിട്ടുണ്ട്. ഹബീബിങ്ങളെ നിങ്ങൾ 3 ആളൊന്ന് കൂടി തരും. അത് നല്ലൊരു ബാധയാണ്. ഇവിടെ ആ സാഹചര്യം അത് ചോദിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ വന്നു, ഭക്ഷണം കഴിച്ചു, നേരെ തങ്ങളാപ്പ എത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു. ഈ 3 ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കണ്ടല്ല, ഒന്ന് കൂടി തരുന്നു. അപ്പോ അൽഹംദുലില്ലാ നിങ്ങൾ ഉണർത്തി തന്ന നല്ല അവസ്ഥകളെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത്, നോക്കൂ നിങ്ങൾ, 4 കുട്ടികളുടെ ഒരു പെണ്ണ് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഒരു നല്ല ചെറുപ്പക്കാരൻ മലപ്പുറം ജില്ലയിലാണ്. ആ ചെറുപ്പക്കാരൻ രാത്രി ഒരു കുഞ്ഞിനെ അല്ല കൊടുത്തിട്ടുണ്ട്. ഭാര്യയുടെ കൂടെ കിടക്കുമ്പോ അവിടെ ചോദിക്കാണത്ര, എന്നെ ഫ്രീ ആക്കി തരുമോ? അപ്പൊ എന്ത് വെച്ചപ്പോ, എന്റെ കൂട്ടുകാരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, നാളെ ഞങ്ങൾ ഇങ്ങനെ ഒരു വഴിക്ക് പോവുകയാണ്. ഹബീബി, നമ്മളെ പെണ്ണേ, നിങ്ങൾക്ക് മനസ്സിലാണില്ല പറഞ്ഞു. രാത്രി ഇങ്ങനെ കിടക്കുമ്പോ ഒന്ന് ഫ്രീ ആക്കി തരുമോ വെച്ചാൽ അള്ളാഹ് കാക്കട്ടെ. നിങ്ങൾ ആമീൻ പൊന്തലില്ലല്ല, അള്ളാഹു കാക്കട്ടെ. തങ്ങളപ്പോ അവർക്ക് തിരിണില്ല ഞാൻ പറയണേട്ടാ, ഇവരാമീൻ പൊന്തണില്ല. ഈ കുട്ടിയുടെ ചെറുപ്പക്കാരനോടെ എന്നൊന്ന് ഫ്രീ ആക്കി തരുമോ?
അപ്പൊ ചോദിച്ചപ്പോ ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പെണ്ണ് പറയാ, നാളെ എൻ്റെ കൂട്ടുകാരൊക്കെ വരും, ഞങ്ങളൊരു വഴിക്ക് പോവുകയാണ്. അപ്പൊ ഇവൻ ചോദിച്ചു, നമ്മുടെ കുഞ്ഞിനെ എനിക്ക് വേണ്ട. ഇന്നത്തെ പെൺകുട്ടികളുടെ അവസ്ഥയപ്പത്. ഇപ്പൊ മറ്റു പല ജില്ലകളിലും പെൺകുട്ടികൾക്ക് പുതിയാപ്പിള വേണ്ടത്ര. പുതിയാപ്പിളന് ആവശ്യമില്ല. കാസർഗോഡ് എത്തിയിട്ടില്ല. ഈ മൂന്നെണ്ണം മുണ്ടനല്ലോ നോക്കുകയാണെങ്കിൽ ഇവര് ദേഷ്യപ്പെട്ട് വെക്കണ്ടല്ല. കാസർഗോഡ് പെൺകുട്ടികൾക്ക് പുതിയാപ്പിള ആവശ്യമില്ലാത്ത സഹോദരങ്ങളെ, എന്താ അവസ്ഥകൾ ആലോചിച്ചു നോക്കൂ. അപ്പോ നേരം വെളുത്തു, ഇത് കേൾക്കി, നേരം വെളുത്തു. ഒരുത്തൻ ബൈക്കിൽ വന്ന് വീട്ടിന്റെ മുൻഭാഗത്ത് നിൽക്കുന്നു. അപ്പൊ ഈ പെണ്ണെ സ്വന്തം പുതിയാപ്പിളയോട്, സ്വന്തം ഭർത്താവിനോട്, ഞാൻ പോട്ടട്ടാ, ഒന്നും വിചാരിക്കണ്ട. പാറ പോലെ തരിച്ചു നിൽക്കിയ പുതിയാപ്പിള. എന്നിട്ട് അവന്റെ അരികിൽ അവൻ നോക്കി നിൽക്കുക വേറൊരു ചെക്കൻ്റെ കൂടെ സ്വന്തം ഭാര്യ അവന്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്ന കാഴ്ച. ഇതവിടെ മലയാള മണ്ണിൽ നടക്കുക. പ്രസംഗിക്കാനൊക്കെ എളുപ്പമുണ്ട്. അങ്ങനെ സംഭവിച്ചോക്കട്ടെ, അല്ല കാക്കട്ടെ. എന്താണ് ഈ അവസ്ഥകളൊക്കെ, എന്താണ് സ്ഥിതിഗതികൾ ഓർത്തു നോക്കൂ. യാതൊരു പ്രശ്നവുമില്ല. ചാടിപ്പോക്കിന് എന്തെങ്കിലും വിഷമുണ്ടോ, വല്ല വിഷയമുണ്ടോ? നഊദു ബില്ലാഹ്. എന്റെ ഓർമ്മയിൽ ഗൾഫ് നാടുകൾ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടൊരു മനുഷ്യൻ, ഞാൻ പറഞ്ഞാൽ തങ്ങൾ ഉസ്താദിന് അറിയാം, തങ്ങളാപ്പാക്കൊക്കെ തങ്ങളെ ഉസ്താദിനെ കുറിച്ചൊരു മൽജായിക്കരുന്നവർ തന്നെയാണ് ആ പ്രവർത്തകനും. രാവിലെ 5:30 മണിക്ക് കട തുറക്കുന്ന ബൂഫിയ കഫ്തേരിയ എന്നൊക്കെ പറയില്ല ഗൾഫില്, ആ പെട്ടിക്കട തുറന്നിട്ട് ഉച്ചക്ക് 2 മണിക്കടക്കും, 4 മണിക്ക് തുറക്കും, രാത്രി 2 മണി വരെ. ഞാൻ അദ്ദേഹത്തിന്റെ റൂമിൽ ഒരു ദിവസം താമസിച്ചു. ഞാൻ അയാളോട് ചോദിച്ചു, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ രൂപത്തിൽ കഷ്ടപ്പെടുന്നത്? ഇയാള് രാത്രി 2:30 മണിക്ക് കടയടച്ചിട്ട് 2 കുബൂസുമായി വരും. കറിക്ക് തുടക്കം കുറിക്കും, നിസ്കാരം നിർവഹിക്കുന്നു, ഹദ്ദാദ് നിർവഹിക്കുന്നു. 2:30-3 മണിക്കാണ് സാധു രാത്രി ഭക്ഷണം കഴിക്കുന്നത്. 5 മണിക്ക് എഴുന്നേൽക്കും, നിസ്കാരം കഴിഞ്ഞിട്ട് 5:30 കട തുറക്കും. ഞാൻ അയാളുടെ ത്യാഗം കണ്ടപ്പോ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത്? അപ്പൊ ഈ സാധുവിനോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഭാര്യ പച്ച പാവമാണ്. അല്ലാഹു തആല അവളുടെ 3-4 മക്കളെയും തന്നിട്ടുണ്ട്. ഞാനിപ്പോ ഒരു വാടക വീട്ടിലാ താമസിക്കുന്നത്, ഞാനൊരു വാടക മുറിയിലാ താമസിക്കുന്നത്. എന്റെ മക്കൾ, എന്റെ കുട്ടികൾ, അപ്പൊ അവർക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് ഈ 18-20 മണിക്കൂർ കഷ്ടപ്പെട്ട് ഞാനൊരു കൊച്ചു വീടുണ്ടാക്കിയിട്ടുണ്ട്. വീടുദ്ഘാടനം അടുത്തിട്ടുണ്ട്, ഞാൻ പോകുന്നുണ്ട് ഉസ്താദേ നാട്ടിലേക്ക്. സഹോദരങ്ങളെ, അയാൾ നാട്ടിൽ വന്നു. കോഴിക്കോട് എയർപോർട്ടിൽ ഇത്തിഫാക്കൽ കണ്ടുമുട്ടി. ഞാനും അദ്ദേഹം ഇത്തിഫാക്കൽ കണ്ടുമുട്ടി. ഞാൻ ചോദിച്ചു, അൽഹംദുലില്ലാഹ്, ആരൊക്കെ പുറത്ത് നിങ്ങളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടാവും? ഇയാൾ എന്നോട് പറയുക, ഉസ്താദേ, ഉമ്മയും ബാപ്പയും പള്ളിക്കാട്ടിലാണ്, അവര് വരാനില്ലല്ലോ. പിന്നെ എന്റെ 2 പെങ്ങന്മാര് ചിലപ്പോ വരും. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തൊരു പ്രശ്നം ഉണ്ടാകും. പിന്നെ അയാൾ പറയാ, എന്റെ ഭാര്യ 4 കുട്ടികൾ, അവരും അവിടെ വന്നിട്ടുണ്ടാവും. ഈ മനുഷ്യൻ സംസാരിച്ചങ്ങനെ പുറത്തു വരുമ്പോ ഭാര്യയെ കാണുന്നില്ല. 4 മക്കളുണ്ട്. മൂത്ത മകളോട് ഈ മനുഷ്യൻ ചോദിച്ചു, ഉമ്മ എവിടെയാണ്? അതൊരു വേദനയുടെ വിളിനാണ്. ഉമ്മത ഭാര്യയെ കുറിച്ചാ ചോദിക്കുന്നു, ഉമ്മ എവിടെയാ? മൂത്ത മകളുടെ മറുപടി, ഉപ്പാ, ഉമ്മ ഇന്നലെ ഇന്ന വ്യക്തിയുടെ കൂടെ ചാടിപ്പോയി. നന്ദി കെട്ടപ്പോൾ ആ മനുഷ്യൻ ഗൾഫ് നാടുകളിൽ പ്രവാസ ലോകത്ത് 20 മണിക്കൂറോളം കഷ്ടപ്പെട്ട് ആ പെണ്ണിന് വേണ്ടി ഒരു വീട് വെച്ചു കൊടുത്ത് തുടക്കം കുറിക്കാൻ വേണ്ടി നാട്ടിൽ വന്നപ്പോഴേക്കും ഏതോ ഒരുത്തന്റെ ചിരി കണ്ട് ചാടിപ്പോയ നന്ദി കെട്ടപ്പോൾ. എവിടെയാണ് സഹോദരങ്ങളെ സമാധാനമുള്ളത്? ഗൾഫ് നാടുകളിലേക്ക് പോകുന്ന എത്രയെത്ര പാവങ്ങൾ ഈ ഭാര്യ മക്കൾക്ക് വേണ്ടി ഊണുമുറക്കുമില്ലാതെ, എന്റെ വഅദ് കേൾക്കുന്ന പെങ്ങളെ, നിനക്ക് ഉണ്ടാക്കി തന്ന വീട്ടിൽ എത്ര ബാത്റൂം ഉണ്ട് മോളെ? നിന്റെ ഭർത്താവ് നിനക്ക് വെച്ച് തന്ന വീട്ടിൽ എത്ര ബാത്റൂം ഉണ്ട്? പറയൂ മോളെ, പറയൂ പെങ്ങളെ. ചുരുങ്ങിയത് 2-3 ബാത്റൂമെങ്കിലും ഇല്ലേ? നിന്റെ ഭർത്താവ് ഗൾഫിൽ കഷ്ടപ്പെടുന്ന താമസിക്കുന്ന റൂമിൽ
4 5 ആളുകളുടെ റൂമിൽ ഒരു ബാത്റൂമാണ്. ഒരു സ്വസ്ഥമായി സന്തോഷത്തോട് കുളിക്കാനോ ഒരു ബാത്റൂമിൽ ഇരിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ നിനക്ക് വേണ്ടി അധ്വാനിച്ച് ജീവിച്ച് കഷ്ടപ്പെടുന്ന ആ പ്രവാസിയായ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ചതിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഭൂമിയിലുണ്ട് എന്നതൊന്ന് ഓർക്കേണ്ടതുണ്ട്. ഒരുപാട് ചതിക്കുന്ന പെൺകുട്ടികൾ. അല്ലാഹു തആല നമ്മുടെ കുടുംബത്തിലൊക്കെ ബറക്കത്ത് നൽകുമാറാവട്ടെ. 10 അപ്പുറം പോകരുത് തങ്ങളാപ്പ അല്ലോ എന്ത് പറ്റിപ്പത്. എന്നിട്ട് എവിടെ നമ്മളെ അമീർ സാഹിബിന്റെ ജ്യേഷ്ഠ ആ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയി കുറെ ഇരുത്തിയിട്ട് നിങ്ങളെന്ത് മനുഷ്യനാ ഞങ്ങൾ എപ്പ വന്ന് ഇപ്പൊ നോക്കി നിങ്ങള് 9:30 മണിയായില്ല, ഞാൻ വിഷയത്തേക്ക് എത്തിയിട്ട് തന്നെ ഇല്ല. ഞാൻ നിർത്തട്ടോ, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ബുദ്ധിമുട്ടിക്കൂല, ഞാൻ ഓർത്തില്ല കേട്ടാ. കാസർഗോഡൊക്കെ 10 അടിയാ, ഇവിടെ 10-12 ഒരു വേദന. നിയമത്തെ നമ്മൾ അംഗീകരിക്കണം. അത് പോലീസിന്റെ അറിയിപ്പാണ്. അപ്പൊ നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ ഞാൻ നീട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വരുന്നത്, ഭർത്താക്കന്മാരുടെ മഹത്വം തിരിയാതെ സ്ത്രീകൾ വേലക്കണ്ട ഇല്ലേ? സ്ത്രീകൾ വേലക്കണ്ട. ഒന്ന് രണ്ടു ഒക്കെ പറയണ്ടേ? പിന്നെ ഇതൊക്കെ പറഞ്ഞത് ആരോടാന്ന് ചോദിക്കണ്ടെങ്കിൽ അവരോട് തന്നെയാണ്, നമ്മളുമാണ് ഓർക്കുക. ഭർത്താക്കന്മാരുടെ മഹത്വം തിരിയാത്ത കുറെ പെൺകുട്ടികളുണ്ട് ഇപ്പോൾ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മോളെ ഫാത്തിമ, നാളെ മുതൽ നിങ്ങളുടെ ജീവിതം കിടക്കുന്നത് അലിയാർ തങ്ങളുടെ അരികിലാകുന്നു. നിങ്ങളുടെ സ്വർഗം അലിയാർ തങ്ങളുടെ ചാരത്താകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, മോളെ ആയിഷ, നാളെ മുതൽ നിങ്ങളുടെ സ്വർഗം അത് ഭർത്താവ്, എല്ലാം നമ്മുടെ ജീവിതം, നമ്മുടെ സ്വർഗം, നമ്മുടെ എല്ലാം നമ്മുടെ ഭർത്താവാകുന്നു എന്ന് മഹാന്മാർ വിവരിക്കുന്നുവെങ്കിൽ, ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, പുതിയ തലമുറയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, അയാൾക്ക് തന്നെ 4-5 കുട്ടികളുണ്ട്, അയാൾക്ക് 4-5 മക്കളുണ്ട്, എന്നിട്ട് പോലും ഒരു ചിരി കാണുമ്പോഴേക്കും ഭർത്താവിനെ വലിച്ചെറിഞ്ഞ് മറ്റുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന സഹോദരിമാരെ, ഇവിടെയുള്ളതല്ല എന്റെ പെങ്ങന്മാർ. അത് ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇവിടെയുള്ള സഹോദരിമാർ പാവങ്ങളാണ്, അവർ ദീനിന്റെ അഖിലുകാരാണ്. ഞാൻ എന്റെ പെങ്ങളോട് പറയുന്ന, സഹോദരി, ഭർത്താവിനെ കുറിച്ച് തിരിയാതെ പോകുന്ന സ്ത്രീകളുണ്ട്. ഭർത്താവെന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളെ, ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചീഞ്ചലം കൈകൊണ്ട് വടിച്ചെടുത്ത് കുടിച്ചു എന്ന് സങ്കല്പിക്കുക. എന്നാലും ഒരു ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യതകളിൽ നിന്ന് അല്പം ഞാൻ ചെയ്തു കൊടുത്തു എന്ന് പറയാൻ ഏത് പെൺകുട്ടിക്കാട് സാധിക്കുക? ഇല്ല പെങ്ങളെ, അത്രയും വലിയ കടപ്പെട്ടവരാണ് ഭർത്താക്കന്മാർ. ഭർത്താക്കന്മാരുടെ മഹത്വം തിരിയാതെ പോകുന്ന സ്ത്രീകൾ കാസർഗോഡ് ജില്ലയിലും ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നുണ്ട് പെങ്ങളെ. ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാമാണ്, നമ്മുടെ മക്കളുടെ ഉപ്പയാണെന്ന് ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാം, നമ്മുടെ സ്വർഗം കിടക്കുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഒരു പെണ്ണിന് ഏറ്റവും വലുത്, ഏറ്റവും വലിയ കടപ്പെട്ടവർ ആരാണ് നബിയേ? റസൂലുള്ളാഹ് പറഞ്ഞു, ആയിഷ ഖാല സൗജുഹാ, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, അവരുടെ മഹത്വം നമ്മൾ പറഞ്ഞു. എന്നാലും ഒരു പെണ്ണിന് ഏറ്റവും വലിയ കടപ്പെട്ടവർ അത് ഭർത്താവാകുന്നു. ഇത് തിരിയാതെ പോകുന്ന മുസ്ലിം ഉമ്മത്തിൽ പെൺകുട്ടികളിൽ നിന്നുണ്ട്. ഭർത്താക്കന്മാർ ആരാണെന്ന് സഹോദരിമാരെ നിങ്ങൾ വിലയിരുത്തണം. ഭർത്താവിനെ കുറിച്ചൊന്ന് പഠിക്കണം. ഭർത്താവുമായി അൽഹംദുലില്ലാഹ്, ഭർത്താവ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 2 നിലയുള്ള വീടുണ്ട്. എന്റെ സഹോദരി, മുകളിൽ താമസിക്കുന്നത് സ്വന്തം മകളും പുതിയാപ്പിളയുമാണ്. താഴെ താമസിക്കുന്നു ഉമ്മയും ഉപ്പയും. മരണത്തോടെ മല്ലിടും വിധത്തിൽ രോഗിയായി കിടക്കുന്ന ഉപ്പ. ഇത് എന്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകളോടാണ് പറയുന്നത്. അല്ലയോ പെങ്ങളെ, രോഗിയായി കിടക്കുന്ന ഉപ്പ പറയുന്നു, മോളെ, മുകളിൽ ഇരിക്കുന്ന മോളെ വിളിക്കുന്നു, മോളെയൊന്ന് കാണണം. ഉമ്മ ചെന്നിട്ട് പറഞ്ഞു, മോളെ, നിന്റെ ഉപ്പാക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്, ഒന്ന് താഴോട്ട് വാ. ആ പെൺകുട്ടി പറഞ്ഞു, ഉമ്മ, ഭർത്താവ് വന്നിട്ട്, നിങ്ങളുടെ പുതിയാപ്പിള വന്നിട്ട് ചോദിച്ചിട്ട് ഞാൻ വരാം താഴോട്ട്. പെങ്ങളെ, ആ ഉപ്പ ലോകത്തോട് വിട പറഞ്ഞു. എല്ലാവരും തടിച്ചുകൂടുന്നു, ദിക്റുകൾ ചൊല്ലുന്നു. മുകളിൽ ആ പൊന്നു പെൺകുട്ടി കണ്ണീരുടിക്കിരിക്കുന്നു. കാരണം ഭർത്താവ് എത്തിയിട്ടില്ല ചോദിക്കാൻ. സ്വന്തം സഹോദരൻ കോണിപ്പടി കയറി ചെന്നിട്ട് പറഞ്ഞു, പെങ്ങളെ, നാം 2 പേരുടെയും ബാപ്പയാണ് മരിച്ചിട്ടുള്ളത്. ഉപ്പാക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു, പക്ഷേ കാണാൻ പറ്റിയില്ലല്ലോ, കാണാൻ സാധിച്ചില്ലല്ലോ, മരിച്ചു. ആ വാപ്പയുടെ ജനാസ എടുക്കാൻ പോകുന്നു, ആ വാപ്പയുടെ ജനാസ എടുക്കാൻ പോകുന്നു. അതുകൊണ്ട് ഉപ്പാന്റെ മുഖം അവസാന നിമിഷം ഒരു നോക്ക് കാണാൻ താഴോട്ടൊന്ന് വന്നുകൂടെ? ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ, നബി തങ്ങളിലേക്ക് ആ പെൺകുട്ടി കുട്ടികളെ വിടുന്നു. നബിയേ, എന്റെ ഉപ്പയാണ് മരിച്ചു കിടക്കുന്നത്, ഭർത്താവ് വന്നിട്ടുമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മോളെ, ഭർത്താവ് വന്നിട്ട് ചോദിച്ചിട്ട് പോകാം. ആ പെൺകുട്ടി താഴോട്ട് വന്നില്ല. ഉപ്പയുടെ ജനാസ കൊണ്ടുപോകുന്നു. വാപ്പയുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ ജനവാതിലങ്ങ് തുറന്നു വെച്ച്, ഉപ്പാ വാ അബത്താ, ഉപ്പാ എന്ന് വിളിച്ചിട്ട് പറയുന്ന ആ പെൺകുട്ടി, നാളെ എന്റെ കല്യാണമാണ് എങ്കിൽ ഇന്ന് രാത്രി ഉപ്പ എന്നോട് പറഞ്ഞില്ലേ, മോളെ, നാളെ മുതൽ നിന്റെ സ്വർഗം കിടക്കുന്നത് ഭർത്താവിന്റെ അരികിലാണെന്ന് വാപ്പ എന്നോട് പറഞ്ഞു. ഉപ്പ ഭർത്താവ് പറയാതെ, ഭർത്താവിനോട് ചോദിക്കാതെ എങ്ങോട്ടും പോകരുതെന്ന് ഉപ്പയല്ലേ പറഞ്ഞത്? ആ പെൺകുട്ടി കണ്ണീരെടുക്കുന്നു. ഉപ്പാന്റെ ജനാസ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞ് ഖബറടക്കുന്ന സമയം അൽഹംദുലില്ലാഹ്, ആയിരക്കണക്കായ മലായികത്ത് ഞാൻ കൊണ്ടുപോകാം, ഞാൻ കൊണ്ടുപോകാം. ആ മനുഷ്യന്റെ റൂഹിന് വേണ്ടി തർക്കിക്കുമ്പോൾ യഖൂലു ബഅദുഹും ബഅദാ, മറ്റു പല മഹാന്മാർ മലായികത്ത് പരസ്പരം പറയുന്നു, ഞാൻ കൊണ്ടുപോകാം. എന്താണ് ഈ മനുഷ്യൻ ചെയ്ത നന്മ? ഒരു ഭർത്താവിനെ പൂർണ്ണമായും വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ വളർത്തിയ ഉപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് മുസ്ലിമീങ്ങളെ, ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, ഞങ്ങൾക്ക് ഏറ്റവും വലുത് അത് ഭർത്താവ് തന്നെയാണ്. ഭർത്താക്കന്മാരെ ധിക്കരിക്കരുത്, ഭർത്താക്കന്മാരെ വേദനിപ്പിക്കരുത്, ഭർത്താക്കന്മാരെ ചെറുതാക്കരുത്, ഭർത്താക്കന്മാരെ പരിഹസിക്കരുത്. ഭർത്താവിനെ വേദനിപ്പിക്കുന്ന ആ പെൺകുട്ടിക്ക് അല്ലാഹു ദുനിയാവിൽ വെച്ച് കൊടുക്കുന്ന ശിക്ഷ കഠിനമാണ് പെങ്ങളെ. എനിക്ക് സമയമില്ല പറയാൻ, ഞാൻ എൻ്റെ പെങ്ങളോട് ഒന്ന് തുറന്നു പറയുന്നു. നമ്മുടെ സ്ത്രീകളുടെ അരികിലേക്ക് ബക്കറ്റ് ഇട്ട് വരുന്ന സമയമില്ലാത്തതുകൊണ്ട് പ്രവർത്തകരൊക്കെ എല്ലാവരും നല്ല പൈസ കൊടുക്കിട്ട. തങ്ങളാപ്പ എന്നോട് പറഞ്ഞേ, ഇവിടെ കറണ്ട് പോയൊരു ജനറേറ്റ് ഇല്ല എന്ന് ഇവര് പറയണ്ടേ. തങ്ങളാപ്പ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അത് കിട്ടും ചെയ്യും. ആ നാവിന് അങ്ങനത്തെ ഒരു തോഫിക്കല്ല കൊടുത്തു. പക്ഷെ എന്നോട് പറഞ്ഞാൽ പിന്നെ എനിക്ക് ആ ബറക്കത്ത് കിട്ടാൻ ഞാൻ പറഞ്ഞതാണ്. ഒരു ജനറേറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് കൂടി ഒരു ജനറേറ്റ് വായിക്കൂടെ പള്ളിക്ക്? അല്ലോ, നമ്മളെ പള്ളി മദ്രസക്കുറിച്ച് അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. നിങ്ങളൊന്ന് ചിന്തിക്കിട്ട, നമ്മളെ പള്ളിക്ക് ഒരു ജനറേറ്റ് വാങ്ങാൻ നമ്മൾ നാട്ടുകാരൊക്കെ ഒന്ന് കൂടിയാൽ കഴിയോ ഇല്ല? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അൽഹംദുലില്ലാഹ്, ഒരു നല്ല അവസരമാണ്. ഇനി ഇപ്പോഴത്തെ ചുറ്റുപാടൊക്കെ അറിയല്ലോ, കറണ്ട് എപ്പോഴും കിട്ടൂല, പെട്ടെന്ന് പോയിട്ടും സാഹചര്യങ്ങളൊക്കെ. ഞങ്ങളവിടെ കുറച്ച് ചൂടും കൂടുതലായിരിക്കും.
കാസർഗോഡ് കുറച്ച് ചൂടും കൂടുതലാണ്. അപ്പം നിങ്ങളൊരു ജനറേറ്റർ ഒന്ന് വാങ്ങിയാലേ ഇൻഷാ അല്ലാ ഞാൻ ബാധ നിർത്തുകയാണ്. ഞാൻ അങ്ങനെ ബാധ നീട്ടുന്നില്ല. 10 മണിയോടെ ഇൻഷാ അല്ലാ എല്ലാം നിർത്തി. ഞാനൊരു 9:50 നിർത്താം. തങ്ങളുസ്ഥാനെ കൊണ്ട് നല്ലൊരു ദുആ നടത്തിപ്പിക്കുക. നമുക്കത് പിരിഞ്ഞു പോവുകയും ചെയ്യാം. അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. ഭർത്താക്കന്മാരുടെ മഹത്വം തിരിയാതെ പോകുന്ന പെൺകുട്ടികളുണ്ട്. എന്നാൽ എൻ്റെ അനുജന്മാരെ, ഒരു കാര്യം മൂടിവെച്ചത് കൊണ്ടായില്ല, ഭാര്യമാരുടെ മഹത്വം തിരിയാത്ത പുരുഷന്മാരുമുണ്ട്. ഭാര്യമാരാരാണെന്ന് എന്റെ അനുജ, അല്ലാഹു നമുക്ക് നൽകിയ പെണ്ണുണ്ടല്ലോ, നമ്മുടെ കുട്ടികളുടെ ഉമ്മയാണത്. നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. കുട്ടികളുടെ ഉമ്മയായ ഭാര്യമാരെ വേദനിപ്പിക്കുന്നവരും അടിക്കുന്നവരും ഭാര്യമാരോട് മിണ്ടാതെ നടക്കുന്നവർ. ഇന്നലെ കണ്ണൂരിൽ പോയപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, എന്റെ മകൾക്ക് 7 മാസമായി വിശേഷമുണ്ട്. ആ മകളോട് തെറ്റിപ്പോയ പുതിയാപ്പള 7 മാസമായിട്ട് അവൾ അരികിലേക്ക് വന്നില്ല, അവിടെ മുഖത്ത് നോക്കിയിട്ടില്ല, അവൾ ഫോൺ ചെയ്താൽ എടുക്കാറുമില്ല. നന്ദി കെട്ട ചില പുരുഷന്മാരുണ്ട്. ഇത് പറയാതിരിക്കാൻ പറ്റൂല. ഭാര്യമാരുടെ മഹത്വം തിരിയാത്ത കുറെ മനുഷ്യന്മാരുണ്ട്. ഭാര്യമാർ അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്താണ്, ബറക്കത്താണ്, ഐശ്വര്യമാണ്. ഭാര്യമാരെ അടിക്കരുത്, ഭാര്യമാരെ വേദനിപ്പിക്കരുത്, ഭാര്യമാരെ വിഷമിപ്പിക്കരുത്. ഒരു ഭർത്താവിന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മുസൽമാൻ നമ്മുടെ ഭാര്യ എങ്ങാനും കരഞ്ഞുപോയാൽ നമുക്കുള്ള ശിക്ഷ. മൈക്ക് ഓഫാക്കി പറയണം. എന്താ നിങ്ങളെ ഹാല്? ലൈറ്റ് ഓഫാക്കി ഇയാൾ നമ്മളെ പഴയ ചങ്ങായ. പക്ഷെ ആളെ ആ ലൈറ്റ് ഓഫാക്കിയപ്പോ സ്നേഹമൊക്കെ പോയി. എത്ര വലിയ മുഹിബാണ് ആ സാധനം എന്നറിയാം. ലൈറ്റ് ഓഫാക്കാൻ പറഞ്ഞപ്പോ ആ മുഖം ഇങ്ങനെ കാണേണ്ടത്. ഇത്രയും മനുഷ്യന്മാരെ സ്നേഹമുള്ളൂ. നമ്മളെ അതാണല്ലേ. അല്ലോ ഇനി ഞാൻ പറയാൻ പോയി, ബാലനോടത്ത് ലൈവ് തന്നെ വേണ്ടെന്ന് പറഞ്ഞാലോ തോന്നിപ്പോകുക. എന്താ വെച്ചാൽ ഈ വസ്തു, ഈ ലൈറ്റാണ് നമുക്ക് പ്രശ്നം. നിങ്ങൾ ഇനി എന്താണ് ഈ പരിസരത്തൊക്കെ നിങ്ങൾ ഉണ്ടാകുമല്ലോ. ഇനി അത് പറയട്ടാ, ഇനി ശ്രദ്ധിച്ചാലേ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച വിഷയം തീർന്നില്ലേ. ഒരു സൈഡിക്ക് വെച്ച റാഹത്താണ്. അപ്പോ ഈ മൈക്ക് അജരെ മൈക്ക് ഓഫ് ആക്കണം. മൈക്ക് ഞാൻ ഭാര്യമാരുടെ മഹത്വം കുറിച്ച് പറയാൻ പോവാണ്. ഒരു 5 മിനിറ്റ്. എന്താ ഹാല്? അമീർ സാഹിബിന്റെ ജ്യേഷ്ഠൻ എന്താ നിങ്ങളെ ഹാല്? നിങ്ങൾ ഭാര്യനെ തല്ലുന്ന ആളെ നിങ്ങളെ മുഖം കണ്ട തല്ലേറ്റണ്ടാ, തല്ലരുതിട്ടാ. പാവാണ്, പച്ച പാവങ്ങളാ, പച്ച പാവങ്ങളാ. ഞാൻ വേണമെങ്കിൽ പറയാം, മൈക്ക് ഓഫ് ആക്കണേ ഓഫ് ആക്കാം. ഞാൻ ഈ ബാല് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങളെ ഭാര്യയെ കേട്ടില്ലേ, കണ്ടില്ലേ, അപ്പൊ നിങ്ങൾ ആ കള്ള മൈലിയേരുന്നത് അത് നമ്മൾ കേൾക്കേണ്ടി വരും. അതിനൊന്നും ആകൂല മക്കളെ, അതിനൊന്നും ആകൂല. ഇപ്പൊ ഉള്ളതങ്ങ് പറയാം. ഏതായാലാവട്ടെ, ഭാര്യമാരെ വേദനിപ്പിക്കുന്ന, ഭാര്യമാരെ അടിക്കുന്ന എന്റെ അനുജ ഒന്ന് തുറന്നു പറഞ്ഞോട്ടെ, ആരാണ് അല്ലാഹു നമുക്ക് നൽകിയ പെണ്ണ്? ആരാ അല്ലാഹു നമുക്ക് നൽകിയ ഭാര്യ? ആ ഭാര്യ നമുക്ക് അല്ലാഹു നൽകിയ റഹ്മത്താണ്, ബറക്കത്താണ്. ഭാര്യമാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എത്രയാണ്. തബസ്സുമുക ഫീ വജ്ഹി സൗജതിക. ഭാര്യമാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ ഭാര്യയും ഭർത്താവും എത്ര കണ്ട് സന്തോഷിക്കുന്നുവോ, എത്ര കണ്ട് സംസാരിക്കുന്നുവോ, അല്ലാഹു അവർക്ക് റഹ്മത്ത് ചൊരിച്ചു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട്, തങ്ങളാപ്പാനെ എത്തി പറയുമ്പോ ഒരു മോശമാകും തോന്നുക. അല്ല, അത് സ്വഭാവമൊക്കെ അറിയണ ആളാണ്. എന്റെ സ്വഭാവം അറിയാം. അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ. എത്ര മനുഷ്യന്മാരറിയാം. പള്ളിയിൽ വന്ന എന്തോരു നല്ല സ്വഭാവങ്ങൾ. ഒരു മീറ്റിങ്ങിൽ നോക്കി എന്തൊരു ചെറിയ കളിയെന്നറിയാം. വീട്ടിൽ ചെന്ന ഭാര്യയുടെ അരികിലെത്തിയ നരി മോഡൽ, കടുവ മോഡൽ. എന്തും മനുഷ്യന്മാർ കാസർഗോഡുണ്ട്, ഇവിടെ ഉണ്ട്. ചില മുഖത്ത് നോക്കിയാ ഇവിടെ ഇരിക്കുന്ന ആള് പോയിട്ടാ, ആള് തെറ്റിപ്പോയതാണ്. അജരെ നിങ്ങളെ രണ്ടാളെ അടിയിരിക്കുന്ന ആള് പോയാലും മുങ്ങിയല്ല, അത് നമ്മൾ തെറ്റിപ്പോ. അവിടെ ഉണ്ടാ അൽഹംദുലില്ലാ, അവിടെ ഇരുന്നോ. നിങ്ങൾ തെറ്റിപ്പോയിരുന്നിട്ടാ, ഞാൻ ഒരു പാവാണ് കേട്ടാ, നമ്മളോട് തെറ്റരുത്. നിങ്ങൾ മഹബത്ത് കൊണ്ടുള്ളൊരു വയലാണ്. മഹബത്ത് കൊണ്ടാണ് നിങ്ങളെ കാസർകോട്ടുകാരെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. അതാണ് ശൈലി, അതാണ് ഈ രൂപത്തിൽ ഞാൻ പറയുന്നത്. പോട്ടെ, ഞാൻ പറയുന്നത് ഭാര്യയുടെ അരികിൽ ചെന്ന് വീട്ടിലെത്തിയ നരി മോഡലും ഒന്ന് ചിരിക്കൂല,
ഒന്ന് പുഞ്ചിരിക്കില്ല. പെരുന്നാളിന് പോലും ഭാര്യമാരോട് ചിരിക്കാത്തത്ര മനുഷ്യന്മാരുണ്ട്. ഈ ചെറിയ പെരുന്നാൾ കഴിഞ്ഞില്ലേ, ചെറിയ പെരുന്നാളിന് ഭാര്യയോട് ചിരിക്കാത്തത്ര മനുഷ്യന്മാരുണ്ട്. 6-7 മാസമായി ഉസ്താദേ നിങ്ങളെ സുഹൃത്ത് ഫുലാൻ ഒരു പെണ്ണ് ഒരു ചെറിയ എഴുത്ത് കൊടുത്തു വിട്ടതാ. 7 മാസം കഴിഞ്ഞു. നിങ്ങളുടെ സുഹൃത്ത് ഫുലാനുമിന് ഫുലാൻ മുഖത്ത് നോക്കിയിട്ടെന്നല്ല ഒരു ഭാര്യ നോക്കുമ്പോ ആരാ നിങ്ങള്? ഞങ്ങളൊക്കെ കാര്യപ്പെട്ട ആളാ, നമ്മളടുത്ത ചങ്ങാതി, നല്ലൊരു പ്രവർത്തകന്. ഉടനെ ആ വ്യക്തിയെ വിളിച്ചിട്ട് അല്ല അയൽവാസികളൊക്കെ പറയണ്ടല്ല, നിങ്ങൾ കുറെ മാസങ്ങളെ നിങ്ങളെ പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട്, നിങ്ങളെ മക്കളെ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട്. അപ്പൊ ഈ കുട്ടി സഹോദരനോട് പറയാ, അത് തമാശക്കാണ് ഉസ്താദ്. എന്ത് തമാശ? പോയി ഒന്ന് അടച്ചുവിട്ടാൻ പറഞ്ഞ, പോയി അടച്ചുവിട്ടാണ്. എന്ത് ബറക്കത്താ സഹോദരങ്ങളെ. 1 മിനിറ്റ് എങ്ങാനും ഭാര്യയോട് പടങ്ങിയിട്ട് മുഖമൊന്ന് തിരിച്ചാൽ അല്ലാഹു തആല നമുക്ക് നൽകുന്ന ആഫത്ത് നമ്മൾ കണ്ടറിയണം. അത് ഓരോന്ന് ഞാൻ പൂട്ടി വെച്ചിട്ടാ. തങ്ങളാപ്പിനൊക്കെ 10 മണി എന്നുള്ളത് തന്നപ്പോഴേ എഴുതിയതൊക്കെ പൂട്ടി ചെയ്യാൻ ഞാൻ നേരെ കീശയിലേക്ക് വെച്ചു. ഞാനത് പറയണമെന്നുണ്ടായിരുന്നു. ഭാര്യയോടൊരു മിനിറ്റ് പടങ്ങിയാൽ ഒരു മനുഷ്യൻ പുരുഷൻ ഭൂമിയിൽ അനുഭവിക്കുന്ന ഭവിഷ്യത്തുകൾ അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചില മക്കളുണ്ട്, ഉപ്പാനെ കണ്ട അടുക്കളയിലേക്ക് ഓടും. അപ്പൊ ഉമ്മ ചോദിക്കും, എന്താ മക്കളെ? മക്കള് പറയുടെ വാപ്പ വന്നിട്ടുണ്ട്. വയനാട്ടിലൊക്കെ ആനിറങ്ങിയാലേ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നല്ല കുട്ടികൾ പറയാ, പൊരിയിൽ വാപ്പ ഇറങ്ങിയിട്ടുണ്ട്. എന്തേ വാപ്പ? ഇതൊക്കെ മൂടി വെച്ചിട്ട് കാര്യണ്ടാ ചേരെ, മൂടി വെച്ചിട്ട് കാര്യണ്ട. അമീർ സാഹിബിന്റെ ജ്യേഷ്ഠ മുമ്പ് വിചാരിക്കണ്ട, ഞാൻ ഇപ്പൊ പെരീന എങ്ങനെയായിരുന്നു, നിങ്ങളെ കണ്ടാത്തരം അടിക്കണ ആളെ എനിക്ക് തോന്നതാ. നോക്കി നിങ്ങള്, ഞാൻ പറയുന്നതേ അല്ലോ എന്ത് വാശുള്ള ആളുകളുണ്ടറിയോ, എന്തൊരു വാശുള്ള മനുഷ്യന്മാരാണ്. ഭാര്യമാരെ വേദനിപ്പിക്കരുത്. ഒരു ബറക്കത്തല്ല നൽകില്ല, ഒരു ഐശ്വര്യം നൽകില്ല. ഇത് മനസ്സിലാക്കണ്ട, ഒരു ഐശ്വര്യം നൽകില്ല. ഭാര്യമാർ അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്താണ്. ഞാൻ ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത് വെച്ച് ഒറ്റ വാക്ക് പറയട്ടെ. എന്റെ കല്യാണം കഴിച്ച സഹോദരങ്ങളെ, നിങ്ങൾ കല്യാണം കഴിച്ചവരൊന്നും കയ്യൊക്കെ കല്യാണം കഴിഞ്ഞൊരു സംശയം പോലെ അങ്ങനെ ഇവരെന്താ കയ്യൊക്കെ നിങ്ങൾക്ക് പെണ്ണിട്ടിട്ടില്ലേ? എന്തേ മനുഷ്യൻ കയ്യൊക്കണില്ലല്ലോ? അത് ഇയാള് കയ്യൊക്കണില്ല, നിങ്ങൾ പെണ്ണിട്ടിട്ടില്ലേ? എന്താ കയ്യൊക്കാത്ത? ഇയാള് കയ്യോ അല്ല, നമ്മളെ ആ തൊപ്പിട്ട് നിങ്ങളെ അയൽവാസി കയ്യൊക്കിയിട്ടില്ലേ? അത് കയ്യൊക്കണില്ല, പെണ്ണിട്ടി നിങ്ങൾ പെണ്ണിട്ടിട്ടില്ല. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഒരു നാടാണത്. അതൊരു നല്ല അടയാണ്. അൽഹംദുലില്ലാ. ഞാൻ പറയുന്നതേ ഞാൻ എന്തിനാണ് കയ്യൊക്കാൻ പറഞ്ഞറിയോ? അൽഹംദുലില്ലാ, കല്യാണം കഴിച്ച ജ്യേഷ്ഠാനുജന്മാരെ, നമ്മുടെ ഭാര്യമാരുടെ മഹത്വം തിരിയണോ? 5 മിനിറ്റ് മൂത്രത്തിൽ കിടന്നാൽ മതി, അത്രേ പറയുന്നു. 5 മിനിറ്റ്. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് വരും. 10 മണിക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. ഞാൻ ഒന്ന് നിർത്തിയിട്ട് കുറച്ച് പറയാം. നല്ലൊരു ദുആ ബഹുമാനപ്പെട്ടവർ നടത്തിച്ച് നമുക്ക് പിരിഞ്ഞു പോവാം. ഇങ്ങോട്ട് വരും കാരന്മാരോട് ഇരുന്നോളി. നിങ്ങൾക്ക് ബുദ്ധിമുട്ടേ കാലുവേദനൊക്കെ ഉള്ളവരോട് ഇരുന്നോളിട്ടാ. ഇങ്ങോട്ട് വരും മക്കളെ. ചോട്ടക്കുട്ടി ഇങ്ങോട്ട് വാ മോനെ. നിങ്ങൾക്ക് നല്ല പെൺകുട്ടിയായിട്ടാന്ന് വരക്കാം മക്കളെ. നിങ്ങൾക്ക് ഈ 2 കിട്ടാന്ന് വരക്കാം. വാ ഇങ്ങോട്ട് വരും മക്കളെ, ഇങ്ങോട്ട് വരും. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലഗ. ഇങ്ങോട്ട് വരും, ബാക്കിലൊക്കെ ഇങ്ങോട്ട് വന്നോളി. നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് എളുപ്പം 10 മണിക്ക് നിർത്താൻ വേണ്ടിയുള്ളതാണ്. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم. ഉറക്കച്ചൽ നല്ലോടെ ചോട്ടെ ഉറക്കച്ചൽ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കട്ടെ. എനിക്കൊരു തിരക്കില്ല. നമ്മളെ അമീർ സാഹിബിന്റെ ജ്യേഷ്ഠനും ഇവരൊക്കെ നാളെ എനിക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പം നാളെ വരെ നമ്മുടെ ഉണ്ട്, ഒരു തിരക്കില്ല. പക്ഷെ സാഹചര്യം നമ്മൾ നോക്കണം. സാഹചര്യം നിയമപാലകർ അംഗീകരിക്കല് അത് ദീൻ്റെ ഒരു ഭാഗത്ത്. നമ്മുടെ ഉസ്താദുമാർ നമ്മൾ പഠിപ്പിച്ചത്. അപ്പൊ 10 മണിക്ക് തന്നെ നിർത്താം. അപ്പൊ നിങ്ങളൊന്ന് നിർത്തിയിട്ട് ഞാൻ 2 കരിമ പറയുന്നെന്തറിയോ? വേറെ ഒന്നുമല്ല, അല്ലാഹു നമ്മുടെ മക്കളുടെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കട്ടെ.
നമ്മുടെ മക്കളെയും മക്കളുടെ ഉമ്മയെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. പാവങ്ങളാണ്, സാധുക്കളാണ്. നമ്മുടെ കുട്ടികളുടെ ഉമ്മ നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ, സഹോദരാ, അരമണിക്കൂറെങ്ങാനും കിടന്നാൽ ഇതിന് ഒന്നും പറയണ്ട. ആരാട്, അത് മുസ്ലിയാരാവട്ടെ, സയ്യിദാവട്ടെ, ഹാജിയാവട്ടെ, നമ്മുടെ ഭാര്യ നാമെങ്ങാനും അരമണിക്കൂർ മൂത്രത്തിൽ കിടന്നാൽ ആരാണ് നമ്മുടെ ഭാര്യ എന്ന് ശരിക്ക് തിരിയും. അന്നേ നമുക്ക് അറിയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ വഅദുകൾ ഞാൻ പറയാറുണ്ട്. ഞാൻ എൻ്റെ സംഘടനാ കുടുംബത്തിൽ ഒരു കുട്ടി അപകടത്തിൽപ്പെട്ട് അവനെ കാണാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയി, കോഴിക്കോട്. ചെന്ന് നോക്കുമ്പോൾ അവന് വലിയ പരിക്കൊന്നുമില്ല, അവന് വലിയ വിഷമൊന്നുമില്ല. അവനെ കണ്ടിങ്ങോട്ട് മടങ്ങി. ഞാനും 2-3 ഉസ്താദുമാരുണ്ട്. അതിൽ ഒരു ഉസ്താദ് നല്ല തല്ലുന്ന ആളാണ്. ഉസ്താദ് നിങ്ങൾ തല്ലലുണ്ടോ ഭാര്യനെ? തല്ലരുതിട്ട, നിങ്ങൾ കണ്ട തല്ലുന്ന ആളങ്ങനെ തോന്നുന്നു. നിങ്ങൾ തല്ലരുതിട്ടാ, പാവാണ് കേട്ടാ പെണ്ണ്, നിങ്ങൾ തല്ലേ. ഞാൻ പറയുന്നതേ, എൻ്റെ കൂട്ടത്തിൽ ഒരു ഉസ്താദ് നല്ല അടി അടിക്കുന്നു. എന്താ അടി അടിക്കാൻ അറിയാം? അപ്പൊ എനിക്കറിയാം അയാൾ നല്ല അടിക്കുന്നില്ല, എനിക്കറിയാം. പക്ഷെ നല്ല കൃഷിയാണ്. അടിച്ചു വന്നിട്ട് പറയേ ഒറ്റയ്ക്ക് ഇങ്ങനെ കരയും. വല്ലാതെ കരഞ്ഞപ്പോ അവർക്ക് ചോദിച്ചു, എന്താ ഹബീബി? ഞാൻ നിന്റെ പെണ്ണിനെ നല്ല തല്ലിയേ. അപ്പോ അടിക്കും ചെയ്യും, പിന്നെ പള്ളിയിൽ ഒരു ഇങ്ങനെ കരയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രകൃതിയാണ്. അപ്പൊ അയാളെന്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ ആ മനുഷ്യനെ, ആ കുട്ടിയെ കാണാൻ പോയി. അവന് വലിയ പരിക്കൊന്നുമില്ല. ആജിമാരെ അവരെ കേൾക്കി മക്കളെ, അവനെ കണ്ടിങ്ങോട്ട് മടങ്ങുമ്പോ ഒരു മനുഷ്യനെ കണ്ടു. ഞാനത് റഅയ്തു ബിഐനയ്യ, എന്റെ അഭിമാനമായ, എന്റെ മൽജ കൂടിയായ നമ്മുടെ അഭിമന്യ നേതൃത്വം ബഹുമാനപ്പെട്ട ഇത്തിരി വാക്യാത്ത പറയുന്നു. ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടൊരു കാഴ്ചയാണ്. ഒരു മനുഷ്യൻ ടയറിന്റെ ഉള്ളിൽപ്പെട്ട്, അല്ലാഹു നമ്മളൊക്കെ കാക്കട്ടെ, പച്ചയിൽ പറഞ്ഞ 2 തൊട ചമ്മന്തിയായിട്ടുണ്ട്. ഒരു വലിയ ടയറിന്റെ ഉള്ളിൽപ്പെട്ടാലുള്ള സ്ഥിതി എന്താ? വേദന കൊണ്ട് മക്കളെ പിടയുമ്പോഴേ പുളകി മറിയുമ്പോ അയാളുടെ ഭാര്യ, ഞങ്ങൾ 3-4 ഉസ്താദുമാർ, ദീനുള്ളൊരു പെണ്ണാണ്, 3-4 ഉസ്താദുമാർ ഈ കാഴ്ച കാണുക. അയാളുടെ ഭാര്യ ഈ മനുഷ്യന്റെ തലഭാഗത്തിരുന്നിട്ട് മുഖം ഇങ്ങനെ തടവിക്കൊടുക്കുന്നു. മുസൽമാൻ ആ മനുഷ്യൻ കാഷ്ടിച്ചു, മൂത്രിക്കല്ല കാഷ്ടിച്ചു. ഈ പെണ്ണ് ഒരു പേപ്പറിന്റെ തുണ്ടെടുത്തിയിലാണ്, അവിടെ പേപ്പറിന്റെ കഷ്ണുണ്ട്. ആ പെണ്ണ് നോക്കിയതേ ഇല്ല. എന്താ ഈ പെണ്ണ് ചെയ്തതറിയോ? അതാണ് സ്നേഹം. അപ്പോഴാണ് നമ്മുടെ ഭാര്യ ആരാണെന്ന് തിരിയാൻ. അല്ലോ, ഞാനൊരു ചൂടുള്ള ആളായിരുന്നു. ആ കാഴ്ചക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഞാനും പെട്ടെന്ന് ചൂടാകുന്ന ഒരാളായിരുന്നു. ഈ പെണ്ണ് ആ ഭർത്താവിൻ്റെ കാഷ്ടം ഒരറപ്പില്ല വെറുപ്പില്ലാതെ കൈകൊണ്ട് വടിച്ചിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി ഒരു ബക്കറ്റ് വെള്ളമായിട്ട് വരുന്ന കഴുകാൻ. അപ്പൊ ഈ സാധു കണ്ണീരോടെ, എന്ത് കരച്ചിലറിയോ, ഈ മനുഷ്യൻ ഈ പെണ്ണിനോട് ചോദിക്കുക, ഞാൻ നിനക്കൊരു ഭാരയല്ലേ? അല്ലാഹുവിന്റെ ഖളാഅ്, ഭാരല്ലാതെ മരിക്കണം എന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണ് അയാളുടെ കവളങ്ങ് പിടിച്ച് കവളത്ത് ഉമ്മ വെച്ച് മുത്തം കൊടുത്തിട്ട് ഈ പെണ്ണ് പറയാ, ഞാനുള്ള കാലം നിങ്ങൾ കുടുങ്ങൂല, നിങ്ങൾ കരയരുത്. മുഹമ്മദ്, ഞാനുള്ള കാലം നിങ്ങൾ കുടുങ്ങൂല, കരയരുത്. ആ സമയത്ത് ആ മനുഷ്യന്റെ ഒരു ദുആയുണ്ട്. ജ്യേഷ്ഠാനുജന്മാരെ, ഇതാണ് മഹാനവറുകൾ എത്തി എനിക്ക് നിങ്ങൾ പറയാനുണ്ട്. 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അങ്ങ് കടന്നാൽ ആരാണ് നമ്മുടെ പെണ്ണ് എന്ന് തിരിയും. പാവമാണ്, തമാശ എന്തൊക്കെ പറഞ്ഞോട്ടെ, പച്ച പാവമാണ്. ഭാര്യമാരെ അടിക്കരുത്, ഭാര്യമാരെ വേദനിപ്പിക്കരുത്, ഭാര്യമാരെ വിഷമിപ്പിക്കരുത്. അബ്ദുറഹ്മാൻ എന്നൊരു മനുഷ്യൻ, വല്ലാതെ അടിക്കുന്നൊരു മനുഷ്യൻ, അടിച്ചടിച്ചു ക്ഷീണിച്ചാൽ അടി നിർത്തും. ഒരു ദിവസം അടിച്ചു ക്ഷീണിച്ചിരിക്കുമ്പോ 4-4.5 വയസ്സുള്ളൊരു പെൺകുട്ടി വന്ന് മടിയിലിരുന്നു. അപ്പൊ ആ പെൺകുഞ്ഞൻ എങ്ങനെ അടച്ചുവിട്ടിരിക്കുമ്പോ ഒരു മഹാൻ ചോദിച്ചു, ഇതാരാണ് മോനെ? ഈ കുട്ടി ആരാ? ഇതെന്റെ ചെറിയ മോളാണ്. എടാ, ആ മോളെ ഉമ്മല്ലടാ, ആ മോളെ ഉമ്മാനടാ നീ തല്ലുന്നത്, പോയി അടച്ചുവിട്ടടാ. ഈ ചെറുപ്പക്കാരൻ ഓടി. സാധാരണ അടുക്കളയിലേക്ക് പോകുന്ന അടിക്കാനാണ്. ഇന്ന് ഓടുമ്പോഴാ പെണ്ണിങ്ങനെ വിറക്കാണത്രേ. പക്ഷേ ഈ സാധു ചെന്നിട്ട് പ്രിയപ്പെട്ട ഭാര്യയെ അടച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, ഒരു മുങ്കോബുള്ള ആളാണ്, വെറുപ്പില്ലട്ട, ഞാൻ നിനക്കൊറ്റക്ക് ദോരക്കുന്ന ഒരാളാണ്. ആഖിറത്തിലേക്ക് വല്ല നീട്ടി വെക്കുവോ?
അപ്പൊ പെണ്ണ് പറഞ്ഞ മറുപടി എന്തറിയോ? നിങ്ങളെന്നെ അടിച്ചു കൊന്നാലും എനിക്കൊരു വിഷമില്ല, ഈ മക്കളെ ഉമ്മല്ലേ, നിങ്ങളെന്നെ തൊലാക്കല്ലെടുത്തിട്ടാ, എല്ലാ ബന്ധവും പോവില്ലേ, ഈ മക്കൾക്ക് ഞാൻ നഷ്ടപ്പെടൂലേ, അപ്പൊ നിങ്ങൾ എന്നെ തൊലാക്ക് ചെല്ലരുത്. പിന്നീട് ആ മനുഷ്യന് ഈ പെണ്ണിനെ അടിക്കണ്ട, വിഷമുള്ളൊരു പദം പ്രയോഗിക്കാൻ ധൈര്യം വന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാധുക്കളാണ്. തമാശ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിർത്തുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഭാര്യമാരെ സന്തോഷം അത് വല്ലാത്തൊരു ബർക്കത്താണ്. അതില്ല എങ്കിൽ എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണ്, എവിടെ ചെന്നാലും വിഷയായിരിക്കും, ഒരു ബർക്കത്തൊന്നും തരില്ല. അതുകൊണ്ട് ഭാര്യമാരെ കൽബ് പൊട്ടിക്കരുതെന്നും, ആരെന്ത് പറഞ്ഞാലും നമ്മുടെ കുട്ടികളുടെ ഉമ്മയാണ് നമ്മുടെ ഭാര്യ. ഭാര്യ നമ്മുടെ ആഖിറത്തിലേക്കുള്ള മുത്താണ്. ഇത് മറക്കരുത് എന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസ് ഖബൂലാക്കട്ടെ. നമ്മുടെ ഉമ്മ ഉപ്പ ഭാര്യ മക്കൾ അല്ലാഹു നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മരണപ്പെട്ട മാതാപിതാക്കളുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. ഭാര്യ മക്കളോട് ഉമ്മ ഉപ്പ അവരോട് ഖൽബിൽ ഇങ്ങനെ മഹബ്ബത്ത് പതിഞ്ഞിട്ട് സ്വർഗീയ ലോകത്ത് ഇങ്ങനെ യാ ഹബ്ബദൽ ജന്നത്ത് വഖ്തിറാബുഹാ, സ്വർഗ്ഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കുന്ന കുടുംബം എന്നറിയുന്നു. അതുപോലത്തെ ഒരു കുടുംബമാകാൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ടവരെന്നോട് പറയാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ജനറേറ്റർ നമ്മുടെ ഉമ്മ ഉപ്പ നമ്മുടെ ഭാര്യ മക്കളൊക്കെ നല്ല ബറക്കത്ത്, നല്ല സ്നേഹം, ഐശ്വര്യം, ആ ഒരു നീയത്ത് വെച്ചിട്ട് മരണപ്പെട്ടവരുടെ ഖബർ ഈ നിമിഷം പ്രകാശിക്കണം. നമ്മുടെ ഉമ്മയോ അപ്പയോ പള്ളിക്കാട്ടിലുണ്ടോ ഖബർ പ്രകാശിക്കണം. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് കിട്ടും വേണം. ഒരു നല്ല നീയത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 5000 റുപ്യ തരാൻ പറ്റിയവരുണ്ട. ഒരു 5000 റുപ്യങ്ങൾ ഇന്നല്ല, അതിങ്ങനെ അത് വാങ്ങേണ്ട അവസ്ഥ വരുമ്പോ സാഹചര്യം പോലെ കൊടുത്താൽ മതി. അൽഹംദുലില്ലാഹ്, ഒരു സഹോദരൻ, ഞങ്ങളപ്പാ ഒരു സഹോദരൻ 5000 റുപ്യ. ഇതാ രണ്ടാമത്തെ ഒരു ചെറുപ്പക്കാരൻ, മൂന്നാമത്തെ ഒരു ചെറുപ്പക്കാരൻ. നമ്മുടെ പള്ളിക്കൊരു ജനറേറ്റ്, അത് നിങ്ങളല്ല കൊടുക്കൂല. ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നില്ലെങ്കിൽ ആരാണ് കണ്ടബന്ധങ്ങൾ പാപ്പ നീ ഞാൻ പറയും. ബഹുമാനപ്പെട്ടവരെ ഉള്ളത് കൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ 10-22 കൊല്ലത്തെ ബന്ധമുണ്ട്. നിങ്ങൾക്ക് ഹായിബാകൂല. 3 പേര് 5000 വീതം 15 റുപ്യായി. നാലാമത്തെ ഒരാൾ 5000 തരും. 4 അൽഹംദുലില്ലാഹ്. ഇത് 5 മക്കളെ. ചെറുപ്പക്കാർ നിങ്ങൾ കുടുങ്ങൂലട്ടാ. തങ്ങളുസ്ഥാനം ഇരുത്തിയാൻ ചോദിക്കുക, നിങ്ങൾ കുടുങ്ങൂല. 5 പേര് 5000 വീതം. ഒരു ജലദോഷം, ഒരു ചെറിയ പ്രശ്നം വന്ന ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട സമയമാണ്. ഒരു കിഡ്നി പോയി എന്ന് കേട്ട എല്ലാം കഴിഞ്ഞു. രോഗിയായി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. അല്ലാഹു ഈ 5000 നൽകി 5 പേർക്ക് നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. കുടുംബത്തിൽ അല്ലാഹു നല്ല സന്തോഷം കൊടുക്കട്ടെ. ഭാര്യ മക്കളെ കൊണ്ട് അല്ലാഹു ഖുർറത്തുൽ ഐൻ കൺകുളിർമ നൽകുമാറാവട്ടെ. ആമീൻ. ആറാമത്തെ ഒരാൾ 5 റുപ്യ തരും. നമ്മളെ പള്ളിക്കൊരു ജനറേറ്റ് കേട്ടപ്പോൾ അത് നിങ്ങൾ അല്ലാഹു കൊടുക്കൂല, നിങ്ങൾ തന്നോളൂ. അല്ലാഹു കൊടുക്കൂല. 25000 റുപ്യായി. ആറാമത്തെ ഒരാൾ 5 റുപ്യ തരും. ഉമ്മമാരെ ഭാഗത്ത് കുട്ടികളെ പോയോക്കിയാലേ, നമ്മൾ അമീർ സാഹിബിന് ശേഷം മുങ്ങിയാലോ, അത് പോയോ? ആരെങ്കിലും എനിക്ക് അവരെ അറിയുള്ളേ, വേറെ ഇപ്പോൾ ഉമ്മറാക്കൊന്നും പരിചയപ്പെട്ടില്ല. ഉണ്ടോ? തങ്ങളാപ്പ് ചോദിക്കുക, നിങ്ങൾ 5 എന്ന് വെച്ചാൽ 25 ചോദിക്കേണ്ട ഒരാളുണ്ട്. 25 ചോദിച്ചാൽ തരുന്നവരുണ്ട്. ആരെങ്കിലും തരുമോ? ഞാനൊന്ന് അന്ന് മനക്ക് അവസ്ഥ തിരിഞ്ഞിട്ടില്ലേ? ആരെങ്കിലും ഒക്കെ ഒരു 25 റുപ്യ തങ്ങളാപ്പിനോട് ചോദിക്കാൻ പറഞ്ഞു. ആ നാവ് കൊണ്ട് എന്നോട് ചോദിക്കാൻ പറഞ്ഞു. ഒരു മക്കളെ സംഭാവന വാഴ്ന്നു പറയാനെത്താണ്. നേരത്തെ തങ്ങളാപ്പ പറഞ്ഞേ 2000 ചില്ലാനം പാവങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഒരു ബുദ്ധിമുട്ടില്ല, ഒരു 10 ദിവസം കടല്ല, ഒരു വിഷമില്ല. ഇവരുടെയൊക്കെ ഒരു തണലാണ്, ദുആയാണ്, ഒരു ബുദ്ധിമുട്ടില്ല. സദക്കം തരങ്ങള് എത്ര ഈ സംഭാവന പള്ളിക്ക് മദ്രസക്ക് കൈനീട്ടാൻ തോഫിക്ക് കിട്ടാൻ വരക്ക് നാളെയാണ്. വ്യക്തിപരമായി കൈനീട്ടേണ്ട ഗതി വരുത്തേന്ന് വരക്കാറുണ്ട്. അപ്പൊ അല്ലാഹു കൊടുക്കൂല. ഞാനിവിടെ 5 ചോദിച്ചെന്താ വെച്ചാല് എനിക്ക് നിങ്ങളെ അവസ്ഥ ഒന്നും അറിയില്ല. തങ്ങളാപ്പ വരെ 25 ചോദിച്ചാൽ തരുന്നവരിവിടെ ഉണ്ട്. സംഭവം ജനറേറ്റ് വേണം, അതിപ്പോ അത്യാവശ്യം കാശ് വേണം. അൽഹംദുലില്ലാഹ്. അതെ, ഈ കുട്ടിയുടെ പേര് ഇർഷാദ്. 16 റുപ്യ. നമ്മളെ പള്ളിക്ക് സ്ഥലം തന്ന ആളെ മോനും കൂടെ, ഖാദറാജിക്കാടെ മോനാണ്. ഖാദറാജിക്കൊപ്പം ഉണ്ടാവും. അള്ളാഹു ഖാദറാജിക്കയുടെ ഖബർ പ്രകാശിപ്പിക്കട്ടെ. മോന് ഇർഷാദ് എന്ന കുട്ടി 16 റുപ്യ നൽകിയത് ഈ നിമിഷം ആ സവാബ ഖബറിലേക്ക് അള്ളാഹു എത്തിപ്പിക്കട്ടെ. ഖാദറാജിക്കയുടെ ഖബർ നല്ല
സ്വർഗപ്പൂന്തപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ഈ ഒരു ഉപ്പാക്കൊരു മോൻ ചെയ്യുന്ന വല്ലാത്തൊരു അമലല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നോളൂ. അല്ല തന്നിട്ടുണ്ടെങ്കിൽ ഉപ്പാപ്പാനിരുത്തി ഞാൻ ചോദിക്കാം, ഉണ്ടെങ്കിൽ തന്നോളൂ. അൽഹംദുലില്ലാഹ് 25ഉം 10ഉം 35ആയി. ഒരു 15 ഉറുപ്പ്യ ആരെയും തരുമോ? ഒരു 15 ഉറുപ്പ്യ തരാൻ പറ്റിയവർ അല്ല കൊടുക്കൂല. ഉണ്ടെങ്കിൽ എന്നോട് ഉപ്പാപ്പ ചോദിക്കാൻ പറഞ്ഞതാ. ജനറേറ്ററിലേക്ക് നല്ല പൈസ ആകും. 10 മണി ആയപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടിന്നൊരു സംഭാവന വാഴ്ന്ന് പറയാൻ പറ്റുന്നില്ലല്ല. അപ്പൊ അങ്ങോട്ട് ചോദിച്ചു, 35 ഉറുപ്പ്യായി. ഇനിയുണ്ടോ ആരെങ്കിലൊക്കെ തരാൻ പറ്റിയ? ഉമ്മമാരെ ഭാഗത്ത് ഒരു 15,000 ഉറുപ്പ്യ 50 തേക്കാന് ഒരു 15 ഉറുപ്പ്യ തരാൻ പറ്റിയവരാരുണ്ടാ? ആരെങ്കിലും ഉണ്ടാ? 25 ചോദിക്കാൻ എന്നോട് തങ്ങളാപ്പ പറഞ്ഞു. അത് 10 ഇർഷാദ് ഏറ്റു, 5 പേര് 5000 ഏറ്റു. ഇനി ആരല്ലത്? 25 ഉണ്ട്. തങ്ങളാപ്പാക്ക് അറിയാലോ ഇതൊക്കെ. ഇവിടെ കഴിവുള്ള ആള്. കാരണം ഒരു ചെറിയ വിഷമം വന്ന ഓടിച്ചെന്നിട്ട് പറയും ദ്വാരക്കാട്ടാ. കൂടുതൽ പൈസ കിട്ടിയ ദ്വാരക്കാൻ പറയുക വളരെ കുറവാ. തങ്ങളാപ്പാന്റെ ഹാരം എന്താ അറിയില്ല. താങ്കളസ്ഥാനത്തെ ലോഡ് അറിയാം. ഞങ്ങൾ ഒമാലും മറ്റുള്ള അറബി നാട്ടിലൊക്കെ ഒരു കടിയിൽ കുറച്ച് വിഷമം വന്നാൽ കണ്ടവൻ തങ്ങൾ ഉപ്പാപ്പ വരട്ടെ ദ്വാരിപ്പിക്കണം അങ്ങോട്ടാണ്. നല്ല നിഴമത്ത് കിട്ടിയാലോ ഉപ്പാപ്പി ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അങ്ങനെ കുറെ മനുഷ്യന്മാരൊക്കെ അത് നമ്മളെ അറിവിലൊക്കെ ഞാനൊക്കെ കുറെ കളിയാക്കാറുണ്ട്. കുറെ നിഴമത്ത് കിട്ടുമ്പോ ഉപ്പാപ്പൊന്നും വേണ്ടല്ലോ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഉണ്ടോ? 35 ഉറുപ്പ്യായി. ഞാൻ ആരല്ലത്? ആരെങ്കിലും ഉണ്ടോ? ചെറുതാണ് ചെയ്യുന്നത്. നല്ലത് പറഞ്ഞോളി. ഞാൻ തങ്ങളപ്പോ പറഞ്ഞപ്പോ ഞാനാണ് പറഞ്ഞതല്ലോ. 25, 15 ഒക്കെ മക്കളെ എല്ലാവരും സഹായിക്കും. നമുക്കൊരു ജനറേറ്റർ വാങ്ങി ഇൻഷാ അല്ലാഹ്. ആരും കാരന്മാരൊക്കെ സഹായിക്കും. കഴിയുന്നത് 5 ഉറുപ്പ്യ 5 ഉറുപ്പ്യ മറ്റു തീയത്ത് വെച്ചോളി. ആരെങ്കിലും ഒരാൾ 25 കഴിവുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി തരി. 5000 ഉറുപ്പ്യന്നെ തരി. ആരാള്ളത്? 35 ഉറുപ്പ്യായി. ഞാനില്ലേ? അതോ നമ്മളെ പള്ളിക്കൊരു ജനറേറ്റർ വാങ്ങാനേ. അത് നിങ്ങൾ ആ പച്ചക്കുപ്പായ പച്ചപ്പനിയും തന്നെ നല്ല മുതലാളികളെ കൊണ്ടിടോ. അത് തരും. ഇത് അവിടെ 5000 രൂപ. അതാ നമ്മളെ പച്ചപ്പനി 5000 രൂപ. ഇത് ഇവിടെ ഔക്കറിച്ച അല്ലേ? ഔക്കറിച്ച 5000 രൂപ. നമ്മളെ പച്ചപ്പന മോൻ കല്യാണം വെച്ചിക്കണം. ഞങ്ങൾക്ക് ഇനി വേറെ പെണ്ണാണ് ഇനി ദ്വാരം കാണാം കേട്ടാ. വേണ്ടവൻ എല്ലാം കൊണ്ടുവരണോ? ഉള്ളത് മട്ടത്തിൽ കൊണ്ടുവരുന്ന പോലെ. ഇനി കട്ടകാലം വേറൊന്നും ചിന്തിക്കല്ലേ. അപ്പൊ അൽഹംദുലില്ലാഹ് 35, 45 ഉറുപ്പ്യായി. ഔക്കറിച്ച 5000 രൂപ. ആ ചെറുപ്പക്കാരൻ കുട്ടി 5000. അപ്പൊ 45ആയി. നമ്മളെ അമീൻ സാഹിബിന്റെ ജ്യേഷ്ഠൻ 5000 രൂപ. 5 മതിയോ? അതിനകത്ത് പൈസ ഉണ്ടാ? 5000 രൂപ. അള്ളാഹു ഖബൂലാക്കട്ടെ, ബർക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ് 50 ഉറുപ്പ്യായി. 50 ഉറുപ്പ്യ തരും മക്കളെ. 5000 ഉറുപ്പ്യ. ചോട്ടക്കുട്ടി മോനെ കൊണ്ടോടാ ഉറുപ്പ്യ തരും മക്കളെ. ഉമ്മാട്ട് പറയും മക്കളെ ഒരു 5000 ഉറുപ്പ്യ തരും. നമ്മളെ പള്ളിക്ക് ജനറേറ്റർ വാങ്ങാനാണ് തങ്ങളുപ്പാപ്പ പറഞ്ഞു പറയും ഉമ്മാനോട്. ആര്? അതാ ഒരു അന്തുർച്ച ഇവിടെ ഇച്ചാന്ന് പറയാം, അങ്ങോട്ട് ഇക്കാന്ന് പറയാം. അങ്ങോട്ട് വന്ന് കിട്ടൂല. അപ്പൊ അന്തുർച്ച 5000 രൂപ അല്ലേ? അപ്പൊ 55. നേരത്തെ മോനാണ് 5000 തന്നെ. അൽഹംദുലില്ലാഹ്. അവിടെ ഈ അന്തുർച്ചാൻ അബ്ദുറഹ്മാൻ ഖാൻ നല്ലല്ലേ? അബ്ദുൽ ഖാദർ അല്ലേ? അപ്പൊ അവരെ മോൻ നേരത്തെ 5000 തന്നു, അവരും 5000 തന്നു. അള്ളാഹു കബൂലാക്കട്ടെ. ആ ഉപ്പ ഉമ്മ മക്കളൊക്കെ അത് സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. 55 ഉറുപ്പ്യ ഇനി ഉണ്ടോ? ഒരു 5000 ഉറുപ്പ്യ. ഒരു 5000 ഉറുപ്പ്യ വിഷമം കൂടി തന്നോളി. അതിൽ പെട്ടെന്ന് ആയിക്കോട്ടെ. 10 മണിക്ക് ഇത് 10 മണിയായി. ഇനി ഉണ്ടോ? പിന്നെ എന്തെങ്കിലും കുറച്ച് പറയണ്ടേ? അത്ര അകൽന്ന് വന്നതല്ലേ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പോയതാ. ഞാനെങ്കിലും ഉണ്ടാ? 55 ഉറുപ്പ്യ. ഒരു 75 ഉറുപ്പ്യ വരെ പോകും. പിന്നെ ദ്വാരക്കും. സ്ത്രീകളെ ഭാഗത്ത് ആരെങ്കിലും പറഞ്ഞു വിടുകയാണെങ്കിലേ ആരുണ്ടാ അവിടെ സംഘാടകര്? സ്ത്രീകളെ ഭാഗത്ത് കുട്ടികളെ പറഞ്ഞു വിട്ടാലേ അവർ തരും. നമ്മളെ കാസർഗോട്ടുള്ള പെങ്ങന്മാരൊക്കെ നല്ല സഹായിക്കും. അങ്ങനെ തന്നെയാണ് ഈ പള്ളി ഇതൊക്കെ റാഹത്തായിട്ട് ഇങ്ങനെ പോണത്. അവരെ സഹായം തന്നെ. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളി. 55 ഉറുപ്പ്യായി. ഒരു 75 വരെ ഞാൻ ചോദിക്കും. ഇനി ഒരു 5 ഉറുപ്പ്യ കൂടി തരും. ഒരു 5 ഉറുപ്പ്യം കൂടി. ആരല്ലത്? ചെറുപ്പക്കാർ മക്കളുടെ ഒരു 5000 ഉറുപ്പ്യ തരും. നമ്മളെ പള്ളിക്ക് ജനറേറ്ററിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ് 5000 രൂപ. നിങ്ങളുടെ കാര്യത്തിൽ ഇല്ലേ? 55 ഉറുപ്പ്യ. 75 വരെ ഞാൻ ചോദിക്കും. അത് കിട്ടുവോളം ചോദിക്കും. എന്നിട്ട് തന്നെ നിർത്തുള്ളൂ. 55 ഉറുപ്പ്യായി. ഒരു 20 ഉറുപ്പ്യ കൂടി കിട്ടണം. ആരല്ലത്? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അൽഹംദുലില്ലാഹ്. അവിടെ ഹമീദാജി കുവൈത്തിലെ കുവൈത്തിലെ ഹമീദാജിക്ക 20,000 രൂപ. അൽഹംദുലില്ലാഹ്. അപ്പൊ 75 ആയല്ലോ. അപ്പൊ നിർത്തണം. നമുക്ക് 1 ലക്ഷം ഉണ്ടാക്കിയായിരുന്നു. 1 ലക്ഷം രൂപ ഉണ്ടാക്കിയാൽ അൽഹംദുലില്ലാഹ്.
അമീതാജിക്ക 25,000 റുപ്യക്ക് തന്നു. അപ്പൊ നിങ്ങൾ ആ 20 തന്നോണ്ട് 1 ലക്ഷത്ത് മക്കള് പോണേ. ഓക്കെ, അതാ ബർക്കത്ത്. അൽഹംദുലില്ലാ. നിങ്ങൾ എങ്ങനെ 20 അത് ഇനി ഒന്ന് പോകട്ടെ ഇൻഷാ അല്ലാഹ്. എനിക്ക് വേണ്ട, നിങ്ങളെ മതി. നിങ്ങളെ തന്നതുകൊണ്ട് 1 ലക്ഷത്ത് മക്കള് പോയി നോക്കോളി. ഇപ്പൊ 55-ന് 20,000 റുപ്യ അമീതാജിക്ക് തന്നില്ല, അപ്പൊ 75 1 ലക്ഷം റുപ്യയുടെ നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. ഹമീദാജിക്ക് 20 ഏറ്റോടെ അതൊരു ബർക്കത്താണ്. ഇനി അങ്ങോട്ട് 1 ലക്ഷത്ത് പോകും. ആരാളുള്ളത്? ഒരാൾ കൂടെ 5 മക്കളെ. ചോട്ടക്കുട്ടി ആരും പറഞ്ഞ ഇല്ല? ഒന്നും കൂടി പോയി മക്കളെ, നിങ്ങൾക്ക് ഈ 2 പെൺകുട്ടിയായിട്ട് തകർക്കാം. പോയി ഓടി മക്കളെ, ഈ 2 കിട്ടാൻ തകർക്കാൻ ചോദിക്കും മക്കൾ. ആ കുട്ടികള് 75 റുപ്യായി. ഇനി ആരെങ്കിലും ഒരാൾ കൂടെ 5 റുപ്യ വരുമോ? എന്നാ 1 ലക്ഷം തേക്കാം. 1 ലക്ഷം തേക്കാം. അൽഹംദുലില്ലാ, 1 ലക്ഷം വരെ. എന്നിട്ട് നമുക്ക് ദ്വാരക്കാം ഇൻഷാ അല്ലാഹ്. മുസ്തഫ 5,000 റുപ്യ. അൽഹംദുലില്ലാ 80 ആയി. 80 റുപ്യായി. അൽഹംദുലില്ലാ. പറഞ്ഞ നമ്മളെ ദുബൈയിലെ സാഹിദ് ആര്? ഈ ഉസ്താദോ? അത് ശരി. സാഹിദ് നമ്മള് നല്ല പ്രവർത്തകനാണല്ലോ, നല്ലൊരു കുട്ടിയാ. മരിച്ച ഉമ്മ ഉപ്പ മരിച്ച ഉമ്മ അല്ലേ, പെങ്ങള്. അള്ളാഹു മരണപ്പെട്ടയുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാകട്ടെ. സായിദ് ഗൾഫിലെ ഏതൊരു ദീന്റെ ഒരു ഖാദിമ് ആലിമികൾ ചെന്നാലും ഹിദുമ ചെയ്യുന്നൊരു സഹോദരനാണ് സായിദ്. നിങ്ങളുടെ നാട്ടിലെ അവിടെ നല്ലൊരു മുഖ്ലിസായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് സായിദ്. ഒരു നല്ല പ്രവർത്തകനാണ്. അപ്പോൾ ആ കുടുംബ സായിദിന്റെ ജ്യേഷ്ഠനാണ്. എന്നിട്ട് നിങ്ങൾ തല്ലുന്ന ആളാന്ന് എനിക്ക് എങ്ങനെ തോന്നിയത്? സായിദ് അങ്ങനെ തല്ലുന്ന ആളല്ലല്ലോ. അല്ലാഹു തആല നല്ല മക്കളെ തന്ന അറിയറ്റ. പോയി മക്കളെ, ഒന്നും കൂടി പോയി മക്കളെ. നിങ്ങൾക്ക് 3 കിട്ടാൻ തരക്കാം. ഓടടാ, 3 കിട്ടാൻ തരക്കാം മക്കളെ. ആ കുട്ടികൾ മടിയന്മാരായിട്ടല്ലേ. അപ്പൊ 80 ഉം 5 85 85 റുപ്യ. 1 ലക്ഷത്ത് 15,000 റുപ്യ കൂടി ഒന്നും തരുമോ? ആ കണ്ണടച്ചാളത്ത് പൈസ അല്ല, മൈക്കിന്റെ. അൽഹംദുലില്ലാ, നല്ല സെറ്റാ. അള്ളാഹു നല്ല ബർക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ. 85 റുപ്യ. 85 റുപ്യ ഉണ്ടാ മക്കളെ. ഒരു 15 റുപ്യ ഒപ്പിച്ചാണ് 1 ലക്ഷം റുപ്യ ഉപ്പാപ്പാനെ എത്തിയിട്ട് അങ്ങോട്ട് ദ്വാരിപ്പിച്ച് നമുക്ക് പിരിയാം. 85 റുപ്യായി. ആരാള്ളത്? 85 റുപ്യായി. ഞാരെങ്കിലും ഉണ്ടാ? ഒരു 15 റുപ്യയും കൂടി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഒരാൾ കൂടെ 5,000 റുപ്യ, ഒരാൾ കൂടെ 5,000 റുപ്യ തരാൻ പറ്റിയവരുണ്ടാ? ഉണ്ടെങ്കിൽ പറഞ്ഞോളി. 1 ലക്ഷം തേക്കാം, ഹായിബാവൂല. ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഒരു 5 റുപ്യ. ആരാളുള്ളത്? 1 ലക്ഷം തേച്ചാളി. ഏതായാലും ആയില്ല. അല്ല നിങ്ങളെ കൊടുക്കൂല. ആരെയും പറഞ്ഞ? തങ്ങളപ്പാനോട് ആരും പറഞ്ഞല്ല. ആ മഞ്ഞക്കുപ്പായ എന്തോ പറയണ്ടേ തങ്ങളപ്പാ? ആ മഞ്ഞക്കുപ്പായ എന്തോ പറയണ്ടല്ലോ തങ്ങളപ്പാനോട്? ഇല്ലേ? അല്ല ബർക്കത്ത് നൽകട്ടെ. വിഷമം ഉണ്ടാവേ പറഞ്ഞ. അൽഹംദുലില്ലാ 5,000 റുപ്യ. അള്ളാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. കടം വിഷമൊക്കെ ഉണ്ടാകും. റബ്ബ് നല്ല ഐശ്വര്യം കൊടുക്കട്ടെ. 90 റുപ്യായി. ഒരു 10 റുപ്യ കൂടി കിട്ടണം. ഒരു 10 റുപ്യ കൂടി. അൽഹംദുലില്ലാ. പിന്നൊന്നും കിട്ടൂല. 1 ലക്ഷം. അങ്ങനെ ബാക്കി നിങ്ങളെ കമ്മിറ്റിക്കാർ ബന്ധപ്പെടും. അപ്പൊ നിങ്ങളെല്ലാരും കൊടുക്കണം. ഇപ്പൊ തുടക്കം മുതൽ 1 ലക്ഷം കൊണ്ടുള്ള ജനറേറ്റർ ഒന്നും വാങ്ങി എവിടെ എത്തൂലട്ടാ. അതൊക്കെ നല്ല അടിപൊളി വാങ്ങണം ഇല്ലേ ഉസ്താദേ? അടിപൊളി കമ്പ്യൂട്ടർ 90 റുപ്യായി. ഒരു 10 റുപ്യ കൂടി തന്നാണ്. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞു? 2 ആളും കൂടിയിട്ട് 5,000 റുപ്യ. ഇതാ വരും. ആ ഓരോരുത്തർ തങ്ങളപ്പ പറഞ്ഞു അല്ലങ്ങ് തരുന്ന്. തങ്ങളുസ്താ പറഞ്ഞല്ലേ, നിങ്ങളെ ഖായിബാക്കൂല. അങ്ങനെ തന്നെ ഏറ്റവും. അൽഹംദുലില്ലാ. അപ്പൊ 1 ലക്ഷമായി. മക്കളെ 1.5 ലക്ഷം ആക്കണം വേണ്ട അല്ലേ? 1 ലക്ഷം റുപ്യായി. അൽഹംദുലില്ലാ. ഇനി ഞാൻ നീട്ടുന്നില്ല. സമയം 10 മണിയായപ്പോ നമ്മള് ഇപ്പത്തെ അവസ്ഥയില് നിയമപാലകർ നമ്മൾ പറഞ്ഞു 10 മണിക്ക് നിർത്തും. 5 കൂടി തെറ്റാ. നിസാറില്ലേ 5,000. ആരെ? നിസാറിന്റെ ഉപ്പ. ആ ഉപ്പട അങ്ങനെ. അത് നിങ്ങൾ ഇവിടുത്തെ ശൈലിയോടാകെ. നിസാർ എന്തൊരു ചെറുപ്പക്കാരല്ലേ? 5,000 ഉപ്പാന്റെ പേര് ധാരിക്കാൻ ഇൻഷാ അല്ലാഹ് തങ്ങളുസ്ഥാനെ കൊണ്ട് ധാരിപ്പിക്കാൻ. 1,05,000. അപ്പൊ എന്താ ചെയ്യാ? അല്ലെ 1,5 എന്താ ചെയ്യണ്ടേ? അല്ലോ ഒഞ്ഞിപ്പോ എന്താക്കണ്ടേ? നമുക്ക് എവിടം വരെ പോകാം? താങ്കളപ്പ 1,5 നിർത്തിയ താങ്കളപ്പ പറഞ്ഞ 1,5 നിർത്താം. ഞണ്ടാ മക്കളെ ഈ ചോപ്പ് പനിയും തന്നിട്ട് താങ്കളപ്പ. ഈ ചെറുപ്പക്കാർ നല്ല മുതലാളിയാണല്ലോ. അതെ
അള്ളാഹു നല്ല വർക്കത്ത് കൊടുക്കട്ടെ. കാതറാജിക്കാടെ മോനാണ്. ഒരു കുട്ടി തന്നിട്ടുണ്ടേ, അവന്റെ ജ്യേഷ്ഠൻ തന്നിട്ടുണ്ട്. അനിയന എന്നാ പിന്നെ എനിക്ക് തന്നോളൂ. എന്താ മോനെ അനുജൻ തന്ന മോനക്ക് എന്താ തന്നൂടെ മോനെ? വാപ്പ തന്നു അനുജന്ന് പോ, എന്താ തരാത്തെ? അതാ 5 റുപ്യ, അതാ പറയണ 5 റുപ്യ. അൽഹംദുലില്ലാ. അപ്പൊ 1 10 നോക്കി നിങ്ങള്. വാപ്പ 5, 2 മക്കളായി 15 റുപ്യ അവര് തന്നു. മോൻ തന്നല്ലേ? അള്ളാഹു അവർക്കൊക്കെ നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. ആ ഉപ്പ മക്കളല്ല സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. നല്ല ഇൽഫത്ത് അല്ല കൊടുക്കട്ടെ. 1,10,000 റുപ്യായി. ഇനി എന്താ നിർത്തിയല്ലേ? അൽഹംദുലില്ലാ. الحمدلله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الله. ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണേ റഹ്മാനെ. സ്വാലിഹീങ്ങൾ പെടുത്തണേ അല്ലാ. ഞങ്ങളെ മക്കളെ നന്നാക്കണേ റഹ്മാനെ. ഭാര്യ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ഖുർറത്തുൽ ഐൻ കൺകുളിർമ നൽകണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. തങ്ങളുടെ ഉസ്താദ് ദ്വാരക്കാൻ പറഞ്ഞപ്പോൾ കൈ നീട്ടിയതാണ്. റസൂലുള്ളാഹിന്റെ മുവഫ്ഫഖായ മക്കളാണ്. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ അകറ്റണേ റഹ്മാനെ. രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. മുറാദുകളെ നീ വീട്ടണേ റഹ്മാനെ. മുറാദുകളെ നീ വീട്ടണേ അല്ലാ. സാധുക്കളായി ഞങ്ങളെ ഹൈബാക്കല്ല റഹ്മാനെ. സ്വർഗത്തിൽ ഞങ്ങളെയും മഹലുകാരെയും മുഹിബ്ബീങ്ങളെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ല റഹ്മാനെ. സാധുക്കളായി ഞങ്ങളെ കിടപ്പിലാക്കല്ല അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാക്കല്ല റഹ്മാനെ. ഭാരമാകും വിധത്തിൽ ഞങ്ങളെ കിടത്തല്ല അല്ലാ. ബിഹബീബിക്കൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉള്ളത് 5000 ഇല്ലാത്തവരുണ്ടാവില്ല. ഉള്ളത് എന്നാണ്